Hi my dear students, welcome to exam point. So നിങ്ങളുടെ SSLC എക്സാംസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ നാളെ ബയോളജി എക്സാം ആണ് നിങ്ങൾക്ക്, റൈറ്റ്? സോ അതിനു വേണ്ടി ഒരു ബൂസ്റ്റപ്പ് എന്ന നിലയിൽ നമ്മുടെ മാസ്റ്റർ ലൈവ് ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഓക്കെ, സോ SSLC ബയോളജി മാസ്റ്റർ റിവിഷൻ പാർട്ട് 2. ഓക്കെ, അപ്പോൾ എന്താ പാർട്ട് 2 എന്ന് പറഞ്ഞേ? ഇന്നലെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലൈവ് സെഷൻ ഉണ്ടായിരുന്നു അല്ലേ, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട്. സോ അത് പാർട്ട് 1 ആയിരുന്നു അല്ലേ. അതിൽ നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, റൈറ്റ്? അപ്പോൾ ഇനി ബാക്കി റിമൈനിങ് കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 10th SSLCക്ക് നിങ്ങൾക്ക് 8 ചാപ്റ്റേഴ്സാണ് ടോട്ടലി പഠിക്കാനുള്ളത് അല്ലേ. സോ ഈ 8 ചാപ്റ്റേഴ്സിൽ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇന്നലെ കവർ ചെയ്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷനിലുള്ള ഈ ഒരു 1-2 മണിക്കൂർ നമുക്ക് എന്തിനു വേണ്ടി മാറ്റിവെക്കാം? ബാക്കി റിമൈനിങ് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഓൾറെഡി ഒത്തിരി തവണ നിങ്ങളുടെ മോഡൽ എക്സാം ഒക്കെ നടന്ന പിള്ളേരാണ് അല്ലേ. സോ ഒത്തിരി തവണ നിങ്ങൾ റിവൈസ് ചെയ്തതാണ്. സോ ആ റിവൈസ് ഇപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് മിനിറ്റിൽ, നാളെ എക്സാം ആണ്, സോ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഇങ്ങനെ ഫുള്ള് റിവൈസ് ചെയ്യാനുള്ള ടൈം ഒന്നുമില്ല നിങ്ങളുടെ കയ്യിൽ, റൈറ്റ്? അപ്പം ആ ഒരു ഉള്ള സമയത്ത്, നമ്മുടെ കയ്യിലുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ റിവൈസ് ചെയ്ത ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന നമ്മുടെ പാഠഭാഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മാസ്റ്റർ ലൈവ് ഇന്ന് പോകുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം. എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ നമ്മുടെ മാസ്റ്റർ റിവിഷൻ ക്ലാസ്, റൈറ്റ്? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടൻസ് എന്തൊക്കെയാണ്? വേറെ ഒന്നുമില്ല. ഇന്നലെ നിങ്ങൾ ആദ്യത്തെ 3 ചാപ്റ്ററും ഏറ്റവും ലാസ്റ്റത്തെ എവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ് ഇന്നലെ നിങ്ങൾ ഡിസ്കസ് ചെയ്തത്, റൈറ്റ്? അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ നമ്പർ 4, 5, 6 ആൻഡ് 7 ആണ് അല്ലേ. സോ ഇവിടെ വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ചാപ്റ്റർ നമ്പർ 4, അതായത് കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾക്ക് അറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡിസീസസ്, നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ്, ബാക്ടീരിയൽ ഡിസീസ്, ഫംഗൽ ഡിസീസസ്, വൈറൽ ഡിസീസസ്, ദെൻ പ്രോട്ടോസോൻ ഡിസീസസ്, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, റൈറ്റ്? ഇനി സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്റർ അല്ല, 5th ചാപ്റ്ററാണ് അല്ലേ. സോ ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഡിഫൻസ് മെക്കാനിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ബോഡിയുടെ കവറിങ്സ്, ഡിഫൻസ് മെക്കാനിസംസ്, ഡിഫൻസ് ലെയേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ അതിനകത്ത് പഠിച്ചു അല്ലേ. ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്, ഫാഗോസൈറ്റോസിസ് അല്ലേ, ഫീവർ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഓഫ് ഡിഫൻസ്, ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിച്ചത്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്, റൈറ്റ്? ഇനി 6th ചാപ്റ്റർ ആയിട്ടുള്ള അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ്, അതുപോലെ തന്നെ 7th ചാപ്റ്ററാണ് ജെനറ്റിക്സ് ഓഫ് ദി ഫ്യൂച്ചർ. ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം കോമൺ ആയിട്ട് ജെനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ജനിതശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 2 ചാപ്റ്റേഴ്സാണ് ലാസ്റ്റ് വരുന്ന ഈ 2 ചാപ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. നിങ്ങൾ നേരത്തെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടുള്ള ഒരു ഫീൽഡല്ല ഈ ജെനറ്റിക്സ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ചാപ്റ്റേഴ്സും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചില ഹൈബ്രിഡൈസേഷൻ, ക്രോസിംഗ് ഒക്കെ ഉണ്ടല്ലേ. സോ അതൊക്കെ ജസ്റ്റ് നന്നായിട്ടൊന്ന് നോക്കുക. ജെനറ്റിക്സ് ഓഫ് ദി ഫ്യൂച്ചറിൽ ജെനറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസാണ് പറയാം. അപ്പോൾ അതുമൊക്കെ ജസ്റ്റ് നന്നായിട്ടൊക്കെ നോക്കുക. മറ്റ് 2 ചാപ്റ്റേഴ്സിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചെഴുതാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും കണ്ടുവരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ നന്നായിട്ട് നോക്കാം. ക്ലിയർ അല്ലേ? യെസ്, ഗുഡ് ഈവനിങ് ഓൾ. സോ നമുക്ക് ഇതിലേക്ക് പോയാലോ? ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമുക്ക് പോവാം അല്ലേ. സോ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്, റൈറ്റ്? സോ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1. If there is mistake in the underlined portion, correct it. 2 സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. 2ലും ഓരോ ചെറിയ പോർഷൻസ് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടർലൈൻഡ് പോർഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഈ പാറ്റേൺ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓൾറെഡി. സോ ഫസ്റ്റ് വൺ, ലെപ്റ്റോസ്പൈറ ഈസ് എ പാത്തജൻ ദാറ്റ് കോസസ് ഡിഫ്തീരിയ അല്ലേ. നിങ്ങൾ ആ കീപ്പിംഗ് ഡിസീസസ് അവേ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ഡിസീസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ നിങ്ങൾക്കറിയാം, റൈറ്റ്? ഞാൻ വിചാരിക്കുകയാണ് അറിയാമെന്ന്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ലെപ്റ്റോസ്പൈറോസിസ് ഓർക്കുന്നുണ്ടോ? യെസ്. അപ്പോൾ ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഈ ബാക്ടീരിയ വിച്ച് ഇസ് എ പാത്തോജൻ ദാറ്റ് കോസസ് ഡിഫ്തീരിയ എന്നാണ് ആ സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത്. ആണോ, ശരിയാണോ, തെറ്റാണോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശരിയാണോ? അത് ഡിഫ്തീരിയ കോസ് ചെയ്യുന്ന ഒരു പാത്തോജൻ ആണോ?
ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്? നോ, ബിക്കോസ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ അത് കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന ഡിസീസാണ്. എന്താണത്? ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണത്? എലിപ്പനി അല്ലേ, റാറ്റ് ഫീവർ ആണ് ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. അത് കോസ് ചെയ്യുന്ന ഓർഗാനിസമാണ് ഈ ലെപ്റ്റോസ്പൈറ. ഇറ്റ്സ് എ ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന സെൻറ്റൻസിൽ ഡിഫ്തീരിയ എന്ന് പറഞ്ഞേക്കുന്നത് തെറ്റല്ലേ? റൈറ്റ്, അവിടെ എന്താ വരേണ്ടത്? ഒന്നെങ്കിൽ റാറ്റ് ഫീവർ എന്ന് കൊടുക്കാം. ഓക്കെ, റാറ്റ് ഫീവർ, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ലെപ്റ്റോസ്പൈറോസിസ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുക. യെസ്, റാറ്റ് ഫീവർ ഇസ് എ ബാക്ടീരിയൽ ഡിസീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, റാറ്റ് ഫീവർ എന്ന് പറഞ്ഞ എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇത് കോസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ബാക്ടീരിയൽ ഡിസീസ്. അത് കറക്റ്റാണ്. ഓക്കെ, ദ ആൻസർ നോക്കാം. ലെപ്റ്റോസ്പൈറ, ഇറ്റ് ഈസ് ദി പാത്തോജൻ ദാറ്റ് കോസസ് വാട്ട്? റാറ്റ് ഫീവർ ആണത് കോസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ സെൻറ്റൻസ് ഓൾറെഡി കറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇങ്ങനെയുള്ള പാറ്റേണിൽ ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. സിംറ്റംസ് ഓഫ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആർ ഗിവൺ ഇൻ ദി ബോക്സ്. ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ ലൈറ്റ് ഗ്രീൻ കളറിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്താണ് കാണിച്ചിരിക്കുന്നത്? സിംറ്റംസ് ഓഫ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലേ, പടരാൻ സാധ്യതയുള്ള ഒരു ഡിസീസിൻ്റെ സിംറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അനലൈസ് ദെം ആൻഡ് ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. അതിന് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഹൈ ഫീവർ, ദെൻ ഹെഡ് ഏക്ക്, ദെൻ മസിൽ ഏക്സ് അല്ലെങ്കിൽ മസിൽ പെയിൻ ആൻഡ് റെഡ് ഐസ് അല്ലേ, നമ്മുടെ കണ്ണുകളൊക്കെ ചുമന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. പനി, തലവേദന, മസിൽ പെയിൻ, ഇതൊക്കെയുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഡിസീസിൻ്റെ സിംറ്റംസ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഡിസീസ്? ഇത് ഏത് ഡിസീസാണ്? ആൻഡ് വിച്ച് ഇസ് എ പാത്തോജനിക് ബാക്ടീരിയ വിച്ച് കോസ് ദിസ് ഡിസീസ്? ഈ ഡിസീസ് കോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ബാക്ടീരിയയുടെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ലെപ്റ്റോസ്പൈറോസിസിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ, റാറ്റ് ഫീവർ. അതിൻ്റെ സിംറ്റംസ് നിങ്ങൾ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ സിംറ്റംസുമായിട്ട് ഇതിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ? നോക്കിക്കേ, ഹൈ ഫീവർ, ഹെഡ് ഏക്ക്, മസിൽ പെയിൻ ആൻഡ് റെഡ് ഐസ്. ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഏതാണ് ഡിസീസ്? യെസ്, ഇറ്റ് ഈസ് റാറ്റ് ഫീവർ എന്ന് പറയുന്ന ഡിസീസാണ്, അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന ഡിസീസാണ്. അത് കോസ് ചെയ്യുന്ന ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആരാണ്? ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ആ ഡിസീസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തൊരു പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. വാട്ട് ഇസ് ദി കോസ് ഓഫ് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഇൻ ദീസ് പേഷ്യൻസ്? അതായത് ഈ ലെപ്റ്റോസ്പൈറോസിസ് വന്നു കഴിഞ്ഞ ആളുകളുണ്ടല്ലോ അല്ലെ, പേഷ്യൻസ്, അവരുടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് അവരുടെ ശരീരത്തിൽ. അപ്പോൾ ആ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. എന്തായിരിക്കും കാരണം? നമുക്കറിയാം, ഓട്ടോമാറ്റിക്കലി ഒരു ബാക്ടീരിയൽ ഡിസീസ് ആകുമ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ഓർ സർട്ടൻ ടോക്സിൻസ് അല്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത ചില ടോക്സിൻസ് ഇവർ നമ്മുടെ ബോഡിയിലേക്ക് കയറിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ടോക്സിൻസ് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമല്ല അല്ലേ, അത് അവരുടെ ബോഡിക്ക് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്, നമ്മളെ നശിപ്പിക്കാനുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ ടോക്സിൻസ് വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെയും നമ്മുടെ ബ്ലഡ് ഫ്ലോയെയൊക്കെ അത് എന്താ പറയുക ബാഡ്ലി എഫക്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് പറ്റുന്നത്? ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. Okay, so the toxins which are produced by the bacteria, that is leptospira, which causes damage to the blood capillaries അല്ലേ, നമ്മുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന വെസൽസ് ആണ് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയാം. സോ ആ ബ്ലഡ് കാപ്പിലറീസിൽ എന്ത് സംഭവിക്കുകയാണ്? ഡാമേജസ് ഉണ്ടാക്കി വെക്കുകയാണ് ഈ ടോക്സിൻസ്, ആൻഡ് വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു വാട്ട്? ഇൻറ്റേർണൽ ബ്ലീഡിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നത്, ബ്ലഡ് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഈ കണ്ണിലൊക്കെ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലേ, സോ അങ്ങോട്ടേക്കൊക്കെ ബ്ലഡ് ഒഴുകി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം റെഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ, സോ ദാറ്റ് ഈസ് ലെപ്റ്റോസ്പൈറ ആൻഡ് റാറ്റ് ഫീവർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്, അതായത് 4th ചാപ്റ്റർ കീപ്പിംഗ് ഡിസീസസ് അവേ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ ചാപ്റ്ററിൽ നിന്നാണ്. ദെൻ അനലൈസ് ദി പാർട്ട് ഓഫ് എ പാംലെറ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഒരു പാംലെറ്റ്, ഒരു ലഘുലേഖയുടെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഹൈലൈറ്റ് ചെയ്ത് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതിന്ന് ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ദെൻ ദ ഡിസീസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ
the sharing needle and syringe contaminated with HIV components. അല്ലേ, HIV componentsനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് HIV? നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് എ വൈറസ് അല്ലേ. എന്ത് വൈറസ് ആണ്? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതാണ് നമ്മുടെ ഈ HIV വൈറസ് എന്ന് പറയുന്നത്. ഈ വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ഫെമിലിയർ ആണ് അല്ലേ. ഏതാണത്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ്, ഒരു വൈറൽ ഡിസീസ്, ദാറ്റ് ഈസ് വാട്ട്? എയ്ഡ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഒരു വൈറൽ ഡിസീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ദ ഡിസീസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ ദി ഷെയറിംഗ് നീഡിൽ ആൻഡ് സിറിഞ്ചസ് വിച്ച് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കോമ്പണൻസ്. നമുക്കറിയാം, ഈ HIV കോമ്പണൻസ് കൊണ്ട് എന്താ പറയുക, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സിറിഞ്ചും നീഡിൽസും ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണ്, ആ ഡിസീസ് ഒരു പേഴ്സണിൽ നിന്നും വേറൊരു പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ഷെയറിംഗ് ഓഫ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഐഡൻറ്റിഫൈ ദ ഡിസീസ് മെൻഷൻഡ് ഇൻ ദി പാംലെറ്റ്. ഈ പാംലെറ്റിൽ പറഞ്ഞേക്കുന്ന ഡിസീസ് നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഏതാണ് ഡിസീസ്? യെസ്, എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസാണ്. ദെൻ ഹൗ ഡസ് ദിസ് ഡിസീസ് അഫക്ട് ദി ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് യുവർ ബോഡി? നിങ്ങളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഈ എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ എയ്ഡ്സ് അഫക്റ്റ് ചെയ്യുക? അല്ലെങ്കിൽ ഈ HIV എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറിയിട്ട് അത് എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മളെ കൊല്ലുകയാണോ ചെയ്യുന്നത്? ആദ്യം തന്നെ അങ്ങ് കയറി നമ്മളങ്ങോട്ട് കൊല്ലുകയാണോ ചെയ്യുന്നത്? അല്ല. എന്താണ് അവിടെ നടക്കുന്ന ആ ഒരു റിയാക്ഷൻ അല്ലേ, അതറിഞ്ഞാലല്ലേ നമുക്ക് ബാക്കി കാര്യം എഴുതാൻ പറ്റുള്ളൂ. എന്താണ് അവിടെ നടക്കുന്നത് ആക്ച്വലി? ഈ HIV വൈറസ് നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താണ്, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് അല്ലേ. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകളുണ്ടല്ലോ, നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകളുടെ ഇമ്മ്യൂൺ പവറിനെ നശിപ്പിക്കുകയാണ്, കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മളുടെ പ്രതിരോധ ശേഷി, ഇമ്മ്യൂൺ പവർ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോൾ HIV വന്നതുകൊണ്ട് ഒരാൾ മരിക്കുന്നില്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് നമുക്ക് പിന്നെ എന്ത് ഡിസീസ് അടുത്തൂടെ പോയാലും അപ്പം തന്നെ നമ്മളോട്ട് കയറും ആ ഡിസീസ്. അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു അസുഖം വന്നിട്ടാണ് ആൾ മരിക്കുക. ക്ലിയർ? സോ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവരുടെ റോൾ എന്ന് പറയുന്നത്. സോ ഏതാണ് ഡിസീസ്? എയ്ഡ്സ് ആണ് അല്ലേ. സോ അതിൻ്റെ കാരണമാണ് ഈ പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. സോ ആൻസർ ഇതാണ്, lymphocytes that play a major role in providing immunity to the body. നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സെൽസ് എന്ന് പറഞ്ഞ് നിങ്ങൾ നേരത്തെ മുതൽ പഠിച്ചേക്കുന്നത് ഏതാണ്? WBC ആണ് അല്ലേ. കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് WBC? യെസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് WBCs എന്ന് പറയുന്നത്. അപ്പോൾ ഈ WBCസിൽ തന്നെ ഒരു 4-5 കാറ്റഗറി വരുന്നുണ്ട് അല്ലേ. മോണോസൈറ്റ്സ്, ദെൻ ലിംഫോസൈറ്റ്സ്, ദെൻ എന്താ പറയുക, ന്യൂട്രോഫിൽസ്, ഈസിനോഫിൽസ്, മോണോസൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാറ്റഗറീസ്. അപ്പോൾ ഈ WBCസിൽ തന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ഓഫ് സെല്ലാണ് നമ്മളുടെ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. അവരാണ് നമ്മുടെ ബോഡിയിൽ മേജർ ഇമ്മ്യൂൺ റോള് വഹിക്കുന്നത്. ഓക്കെ, ഈ ലിംഫോസൈറ്റുകളാണ്. അപ്പോൾ ഈ ലിംഫോസൈറ്റ്സിനാണ് ഈ പറയുന്ന HIV വന്ന് എഫക്റ്റ് ചെയ്യപ്പെടുന്നത്. നോക്കാം. സോ ദി HIV, ദാറ്റ് ഈസ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, enters the body and multiplies using the genetic mechanism of the lymphocyte. നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് എങ്ങനെയോ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യാണ്, വേറൊരു സെല്ലിനെ ഹെൽപ്പിന് വേണ്ടി ഇങ്ങനെ പരതുകയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിയും. അപ്പോഴാണ് ലിംഫോസൈറ്റ് വരുന്നത്, ഇമ്മ്യൂൺ റെസ്പോൺസിനുള്ള നമ്മുടെ സെല്ല് വരുന്നത്. അപ്പോൾ ഈ ലിംഫോസൈറ്റുകൾ വന്നു കഴിയുമ്പോൾ അതൊരു സെല്ലാണ്, നോർമൽ സെല്ലാണ്. സോ അതിനെന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള മെഷീനറീസ് ഉണ്ട് അല്ലേ, അതിന് ഫങ്ഷൻ ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും. അപ്പോൾ ഈ ലിംഫോസൈറ്റിൻ്റെ ജനറ്റിക് മെഷീനറി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ HIV വൈറസ് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇറ്റ് വിൽ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ യൂസിങ് ദി മെഷീനറി ഓഫ് ദാറ്റ് ലിംഫോസൈറ്റ്. അപ്പോൾ എന്ത് പറ്റും, ഈ ലിംഫോസൈറ്റിനെല്ലാം HIV ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇവർ തമ്മിലാണ് റിയാക്ഷൻ നടക്കുക. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വരും. ശരിയല്ലേ, ലിംഫോസൈറ്റുകളുടെ നമ്പർ ഡിക്രീസ് ചെയ്യും നമ്മുടെ ബോഡിക്കകത്ത്. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെ അഫക്റ്റ് ചെയ്യുക? യെസ്, ഓഫ് കോഴ്സ് നമ്മളെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മളുടെ ലിംഫോസൈറ്റുകളാണ് കുറയുന്നത്. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുകയാണ് അവിടെ. HIV വളർന്ന് പന്തലിച്ച് വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ. സോ എന്താണ്, അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരികയാണ്. സോ ഹെൻസ് ദി നമ്പർ ഓഫ് ലിംഫോസൈറ്റ് ഡിക്രീസസ് കൺസിഡറബിളി ആൻഡ് റെഡ്യൂസസ് ദി ഇമ്മ്യൂണിറ്റി ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരിക. Then various other pathogens that enter the body in such a situation. അപ്പോൾ ഈ ഒരു നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. ഈ സമയം നോക്കി മറ്റുള്ള പാത്തജൻസ്, നമ്മുടെ അടുത്തൂടെ പോകുന്ന പാത്തജൻസ് നമ്മളുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. They will enter.
then make the condition of AIDS even more fatal. അങ്ങനെ വരുമ്പോൾ ആ പാത്തോജൻസ് നമ്മളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സെൽസ് ഇല്ല, ലിംഫോസൈറ്റൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ അതിനോട് എന്താണ് കൂടുതൽ അതിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു പാത്തോജൻ, വേറൊരു പാത്തോജൻ വന്നേക്കുമല്ലേ, സോ അവർ എന്ത് ചെയ്താലും അത് നമ്മളെ അപ്പം തന്നെ അഫക്റ്റ് ചെയ്യും. ആ ഒരു രീതിയിലാണ് മരണം സംഭവിക്കുന്നത്, അത് ഫേറ്റലായിട്ട് ആ കണ്ടീഷൻ മാറുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി എക്സ്പ്ലനേഷൻ. ക്ലിയർ അല്ലേ? Then, അടുത്തൊരു question. Hints of 2 diseases are given below. Analyze them and answer the questions. 2 ഡിസീസുകൾ പേര് കൊടുത്തിട്ടില്ല, എ എന്നും ബി എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. 2 ഡിസീസുകളാണ്. അതിൻ്റെ ചില സിംറ്റംസ്, കുറച്ച് കാര്യങ്ങൾ അവിടെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. എ എന്താണെന്ന് നോക്കുക. A bacterial disease, loss of body weight, fatigue, persistent cough. അതായത് എ എന്ന് പറയുന്നൊരു ഡിസീസ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ സിംറ്റംസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ലോസ് ഓഫ് ബോഡി വെയ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം, ദെൻ ഫെർട്ടീഗ് അല്ലേ, നീർക്കെട്ട് പോലെ നീർവീക്കം എന്ന് പറയുന്നൊരു സംഭവം, പേഴ്സിസ്റ്റൻറ്റ് കഫ്, നമുക്ക് ഭയങ്കര കഫിങ്, അത് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ഉള്ളൊരു കഫാണ്. അതാണ് ഒന്നാമത്തെ ഡിസീസ് എ. ഇനി അടുത്ത ഡിസീസ് നോക്കുക. ഇറ്റ്സ് എ ജനറ്റിക് ഡിസീസ് അല്ലേ, ഒരു ജനിതക രോഗമാണ് ബി എന്ന് പറയുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്താ കൊടുത്തിരിക്കുന്നത്? എക്സസ് ബ്ലഡ് ഇസ് ലോസ്റ്റ് ഈവൻ ത്രൂ മൈനർ വൂൺസ് അല്ലേ, ചെറിയൊരു മുറിവ് മതി നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും, ആ മൈനർ വൂൺസിൽ കൂടെ പോലും എന്താണ് ഒരുപാട് രക്തം അങ്ങ് പുറത്തേക്ക് പോവാണ്. ആ ഒരു അവസ്ഥയാണ് ഈ ഒരു ജനറ്റിക് ഡിസീസ് ആയിട്ടുള്ള ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസീസ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണോ അല്ലേ? ബി വായിച്ചപ്പോൾ തന്നെ ഒരു മനസ്സിലായി എന്താണ് ഡിസീസ് എന്നുള്ളത്. എക്സസീവായിട്ട് ബ്ലഡ് ലോസ് വരുന്നത് ഏതാണ്? ഹീമോഫീലിയ ആണ് അല്ലേ. ഇനി ഈ പേഴ്സിസ്റ്റൻ്റ് കഫുള്ള ബാക്ടീരിയൽ ഡിസീസ് ഏതായിരിക്കും? എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ്, ബാക്ടീരിയ കോസ് ചെയ്യുന്നൊരു സാധനമാണ്. ഏതായിരിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ പഠിച്ചതാണ്. യെസ്, ടി ബി അല്ലേ, ട്യൂബർകുലോസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റൈറ്റ്. സോ ട്യൂബർകുലോസിസും മറ്റത് ഹീമോഫീലിയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ ആൻസർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഐഡൻറ്റിഫൈ ദ ഡിസീസ് എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് എന്താണ്? ട്യൂബർകുലോസിസ് ആണ്. ബി എന്ന് പറയുന്നത് ഹീമോഫീലിയ ആണ്. ദെൻ ഇൻ കേസ് ഓഫ് ഡിസീസ് ബി, അതായത് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത ഹീമോഫീലിയ എന്ന് പറയുന്ന ഡിസീസ് ബി ഉണ്ടല്ലോ, ആ ഒരു ഡിസീസ് വരുന്ന സമയത്ത് ഹൗ ക്യാൻ എ ടെമ്പററി റിലീഫ് ബി ബ്രോട്ട് ഇൻ? എങ്ങനെയാണ് നമുക്ക് താൽക്കാലികമായിട്ടൊരു റിലീഫ് ഉണ്ടാകുന്നത്? ഹീമോഫീലിയ നമുക്ക് അറിയാം, നിങ്ങൾക്ക് ചെറിയ മുറിവിൽ പോലും ഒത്തിരി രക്തം ഇങ്ങനെ പോകും, രക്തം കട്ട പിടിക്കില്ല, ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് അതിനൊരു റിലീഫ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹീമോഫീലിയ എന്ന് പറയുന്ന ഈ ഒരു ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ് കൊണ്ടിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രോട്ടീനെ നമ്മൾ ജസ്റ്റ് ഇൻജെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു മെഡിക്കൽ അറ്റൻഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു ടെമ്പററി റിലീഫ്, കംപ്ലീറ്റ് ക്യൂർ അല്ല പറയുന്നത് അല്ലേ, ടെമ്പററി ആയിട്ട് നമുക്കിതിനൊന്ന് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. ഈ എക്സസ് ആയിട്ടുള്ള ബ്ലഡ് ലോസ് പോയിട്ട് ചെറിയൊരു രീതിയിലേക്ക് മാറാനായിട്ട് ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ട്യൂബർകുലോസിസ്, ഹീമോഫീലിയ, ഐഡൻറ്റിഫൈ ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ ആൻഡ് ഇൻജെക്റ്റിംഗ് ഇറ്റ് ഇൻ ടു അവർ ബോഡി എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സി പാർട്ടിൽ എന്താണ് ചോദിച്ചേക്കുന്നത് നോക്കുക. ക്വസ്റ്റ്യനിൽ നെയിം ദ ബാക്ടീരിയ ദാറ്റ് കോസ് ഡിസീസ് എ. നമ്മൾ ഡിസീസ് എ എന്ന് പറഞ്ഞേക്കുന്നത് ട്യൂബർകുലോസിസ് എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഈ ട്യൂബർകുലോസിസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? മൈക്കോബാക്ടീരിയം അല്ലേ. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഇതിനെ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, സയൻറ്റിഫിക് നെയിമാണ്. സോ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് അതുണ്ടാക്കുന്ന ഓർഗാനിസം, ബാക്ടീരിയ. ഇനി അടുത്ത സെഷനിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദ ഡിസീസ് എ ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ? ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും? പേഴ്സിസ്റ്റൻ്റ് കഫിങ് ആണ് അല്ലേ ട്യൂബർകുലോസിസിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും? ഇപ്പോൾ എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ തന്നെ കഫും കാര്യങ്ങളും ഒക്കെ, സ്നീസിങ് ഒക്കെ ആണെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള ആളിലേക്ക് ഈ രോഗം എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക, പകരുന്നത്? ഓഫ് കോഴ്സ് അല്ലേ, കഫ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ സ്നീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ എന്താണ്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്, അതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടായിരിക്കും. അത് എന്താണ്, എയറിൽ സ്പ്രെഡ് ചെയ്യുന്നു, അത് തൊട്ടടുത്തുള്ള ആളിലേക്ക് പടരാൻ പിന്നെ വേറെ സാധ്യത വേണ്ടല്ലോ, എളുപ്പം പകരും അല്ലേ. സോ വെൻ ദ പേഷ്യൻറ്റ് കഫ്സ് ഓർ സ്നീസസ്
ദി പാത്തജൻ സ്പ്രെഡ്സ് ഇൻ ടു ദി എയർ. എയറിലേക്ക് സ്പ്രെഡ് ചെയ്യാണ് നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ. ആൻഡ് ദെയർ ബൈ ടു അതേഴ്സ്. ആ എയറിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ആ ഒരു ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അടുത്ത ആളിലേക്ക് എത്തുകയും ചെയ്യുന്നു. അയാൾ ഇൻഹെയിൽ ചെയ്യുകയോ മറ്റോ ചെയ്യാണ്. റൈറ്റ്. അപ്പം അങ്ങനെയാണത് സ്പ്രെഡ് ചെയ്യുന്നത് ഈസിലി. എയർ വഴിയാണ്, അല്ലേ, എയർ ബോൺ ഡിസീസാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഫിഗേഴ്സ് ഈ ചാപ്റ്ററിനകത്ത് ഒത്തിരി ഫിഗേഴ്സ് കൊടുക്കുന്നുണ്ട്. സോൾജേഴ്സ് ഓഫ് ഡിഫൻസിലും ഉണ്ട് ഫിഗേഴ്സ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിതൊക്കെ റെഫർ ചെയ്തിട്ട് വേണം പോകാനായിട്ട് നാളെ. ദെൻ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇതാണ് ഇല്ലസ്ട്രേഷൻ. ഇതിൽ നോക്കിക്കേ, നിങ്ങൾക്ക് അറിയാം ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന വെസൽ എന്താണ്? നമ്മളുടെ ബ്ലഡ് കാപ്പിലറീസ് ആണ്, അല്ലേ? നമ്മുടെ ബ്ലഡ് കാപ്പിലറി, ബ്ലഡ് വെസലാണ്. അതിനകത്ത് ദാ ഈ പറയുന്ന ഒരു ബൈ കോൺകേവ് ഷേപ്പിൽ കാണിച്ചിരിക്കുന്ന ആരെയാണ്? നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസ്, അല്ലേ? RBC ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചില RBCs ഇതുപോലെ ഒരു അരിവാള് പോലെയൊക്കെ വളഞ്ഞിരിക്കുന്നതും കാണുന്നുണ്ട്, അല്ലേ? സിക്കിൾ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ തന്നെ ആൻസർ കിട്ടി. എന്താണ് കാണിച്ചേക്കുന്നത്? സിക്കിൾ സെൽ അനീമിയാണ്. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദി സ്ട്രക്ചർ ഓഫ് ദി ഹീമോഗ്ലോബിൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് റെഡ് ബ്ലഡ് സെൽസ് ബെൻഡ് ലൈക്ക് എ സിക്കിൾ, ഒരു സിക്കിൾ പോലെ വളഞ്ഞിരിക്കുക, അരിവാളിൻ്റെ ആകൃതിയിൽ വളഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദി ഡിസീസ്. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്താണ്? സിക്കിൾ സെൽ അനീമിയാണ് ഡിസീസ്. ആൻഡ് ഹൗ ഡസ് ദി ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ ദീസ് പേഷ്യൻസ് ഡിക്രീസസ്. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഡിസീസ് ഉള്ള ആളുകൾ, ഇവരുടെ ബോഡിയിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചത്. എങ്ങനെയായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം റെഡ് ബ്ലഡ് സെൽസ് RBCക്ക് ആ ഒരു റെഡ് കളർ കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് നമ്മുടെ ബോഡിയിൽ, അല്ലേ? ഏതാണ് ആ പ്രോട്ടീൻ? നിങ്ങൾക്കറിയാം. യെസ്, ഹീമോഗ്ലോബിൻ ആണ് ആ പ്രോട്ടീൻ. ശരിയല്ലേ? സോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ ഫോം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ജീനുകളും അമിനോ ആസിഡുകളൊക്കെ വന്നിട്ടാണ് ആ ഒരു പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അമിനോ ആസിഡുകൾ മാറുകയോ മറ്റോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാവുമോ? അതിന് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? അതിൽ ചേഞ്ചസ് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. റൈറ്റ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിന് ഒരു കാര്യമുണ്ട്. ഈ ഹീമോഗ്ലോബിന് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 4 ഓക്സിജനെ ക്യാരി ചെയ്യാനായിട്ട്, 4 ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതിന് സാധിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ 4 ഓക്സിജനെ കൊണ്ടുപോകുന്നതാണ് ഒരു എഫിഷ്യൻറ്റ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഹീമോഗ്ലോബിനിൽ ഡിഫോമിറ്റീസ് വന്നു കഴിഞ്ഞാൽ, ആ പ്രോട്ടീൻ പ്രോപ്പറായിട്ട് ഫോം ചെയ്തില്ലെങ്കിൽ ഈ രീതിയിൽ ഒരെണ്ണത്തിന് 4 ഓക്സിജനെ ചിലപ്പോൾ ക്യാരി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ 1ഓ 2ഓ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുവാണേ, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. സോ നോക്കാം. ദ ഡിഫക്ട്സ് ഇൻ ദി ജീൻസ്, അല്ലേ? ഇതൊരു ജനറ്റിക് ആയിട്ടുള്ളൊരു മെക്കാനിസം ആണ്. ദാറ്റ് മേ ഓൾസോ കോസ് ഡിഫോമിറ്റീസ് ഇൻ ദി സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്സ് വിച്ച് ഇൻ ടേൺ ഗീവ്സ് ടു അ പ്രോട്ടീൻ. ഒരു അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണല്ലോ ഒരു പ്രോട്ടീൻ ഉണ്ടാവുക. പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് ആണ് അമിനോ ആസിഡുകൾ. അപ്പോൾ ഈ അമിനോ ആസിഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് അമിനോ ആസിഡ്സ് കൊണ്ടുവരണം. ഈ അമിനോ ആസിഡ്സിൽ സീക്വൻസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത് ഈ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പോൾ ഈ പറയുന്ന 4 ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ഹീമോഗ്ലോബിൻ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. ശരിയല്ലേ? സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ദി സ്ട്രക്ചർ ഓഫ് ദി ഹീമോഗ്ലോബിൻ വിൽ ചേഞ്ചസ്. ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ തന്നെ അങ്ങ് ചേഞ്ച് ആവുന്നു. ആൻഡ് ഇൻ ടേൺ ഡിക്രീസസ് ഇറ്റ്സ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ ഇത്രയും 4 ഓക്സിജനെ ഒന്നും കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി പിന്നീട് അതിന് ഉണ്ടായെന്ന് വരില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണത് എഫക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ B കൊടുത്തിട്ടുണ്ട്. ഹൗ ഡാസ് ദിസ് ഡിസീസ് അഫക്റ്റ് ബ്ലഡ് സർക്കുലേഷൻ? ഇങ്ങനെ നമുക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ ഒരു ഡിസീസ് ഉണ്ടായാൽ അത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനെ എങ്ങനെ ബാധിക്കും? എങ്ങനെയായിരിക്കും ബാധിക്കുക? ദ സിക്കിൾ ഷേപ്ഡ് RBCs, അല്ല, ഇങ്ങനെ സിക്കിൾ ഷേപ്പിലുള്ള RBCs, ദേ വിൽ ഗെറ്റ് കളക്റ്റഡ് ഇൻ ദി ബ്ലഡ് വെസൽസ്. നമ്മുടെ ഈ ബ്ലഡ് വെസൽസിൽ ഇതാ ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ ദാ ഒരുപാട് സിക്കിൾ ഷേപ്പിലുള്ള RBCs ബ്ലഡ് വെസൽസിൽ കളക്ട് ചെയ്തിരിക്കുകയാണ്, അല്ലേ? അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ബ്ലഡിന് സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ അഫക്റ്റ് അവർ ബ്ലഡ് സർക്കുലേഷൻ. ശരിയല്ലേ? സോ സിക്കിൾ ഷേപ്ഡ് RBCs ഗെറ്റ് കളക്റ്റഡ് ഇൻ ദി ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലോക്ക് ദ പാത്ത്, അല്ലേ? ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ദ ബ്ലഡ് ഇൻ ദാറ്റ് കാപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ്. അങ്ങനെയാണത് എഫക്റ്റ് ചെയ്യുക ബ്ലഡ് സർക്കുലേഷനെ.
റൈറ്റ്. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ദി ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണ്? ബാക്ടീരിയൽ ഡിസീസസിനെ കുറിച്ച് പറഞ്ഞു, വൈറൽ ഡിസീസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്താണ് നമ്മൾ ഫംഗൽ ഡിസീസും പ്രോട്ടോസോവൻ ഡിസീസസും ഇത് കൂടാതെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. റിംഗ് വേം, അത്ലറ്റ്സ് ഫുഡ് എന്നൊക്കെ പറയുന്ന ഫംഗൽ ഡിസീസുകളുണ്ട്. അതിൻ്റെയൊക്കെ കോസേറ്റീവ് ഓർഗാനിസം ഫംഗസ് ആണ്. അതുപോലെ തന്നെ മലേറിയ, പ്രോട്ടോസോവൻ ഡിസീസ് അല്ലേ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ അല്ലേ. എന്താണത്? നമുക്ക് ജനറ്റിക്കലി ഒന്നും ഉണ്ടാവുന്നൊരു ഡിസീസല്ല, ബട്ട് എന്താണ് നമ്മുടെ ജീവിത രീതികളിൽ നിന്ന് നമ്മളിലേക്ക് എന്താ പറയുക അഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകളാണ്. ചിലപ്പോൾ നമ്മൾ ഒത്തിരി ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരായിരിക്കാം അല്ലേ. അത് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യാത്തവരായിരിക്കാം. ഇരുന്ന് ഫുഡ് കഴിക്കുക, വർക്ക് ചെയ്യുക, വീണ്ടും ഫുഡ് കഴിക്കുക, വർക്ക് ചെയ്യുക, ഉറങ്ങുക, ആ ഒരു രീതിയിൽ ലൈഫ് കൊണ്ടുപോകുന്നവരായിരിക്കാം ചിലപ്പോൾ അല്ലേ. അപ്പോൾ എക്സസൈസ് ഒന്നും ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ബോഡി ഇങ്ങനെ വീർത്ത് വരികയാണ്, ഫാറ്റി ആയിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസ്, ലൈഫ് സ്റ്റൈൽസ് നമ്മുടെ എന്താ പറയുക ജീവിത രീതികളിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യും അല്ലേ. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഹാർട്ട് അറ്റാക്സ്. ഏറ്റവും കോമൺ ആയിട്ട് ഇന്ന് കാണുന്ന ഒന്നാണ് ഈ പറയുന്ന അറ്റാക്കുകൾ. അതുകൂടാതെ ഈ സ്മോക്കിംഗ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടാവുന്ന ബ്രോങ്കൈറ്റിസ്, അങ്ങനെയുള്ള ആസ്മ പോലുള്ള ഡിസീസുകൾ. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത് റൈറ്റ് ദി കോസ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസും ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും കോസ് എന്താണ്, കാരണം എന്താണെന്നാണ് ആദ്യത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി നമുക്കറിയാം ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഹാർട്ടിൽ ബ്ലഡിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒത്തിരി ആർട്ടറീസും വെയിൻസൊക്കെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊറോണറി ആർട്ടറി എന്ന് പറയും. അപ്പോൾ ഈ കൊറോണറി ആർട്ടറീസിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഒരു ആർട്ടറിയാണ്. അതിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മൂലം ഫാറ്റ് അടിഞ്ഞുകൂടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫാറ്റ് വന്ന് ഈ ആർട്ടറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇതാണ് ബ്ലഡ് വെസൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്താണ് കുറേ ഫാറ്റ് മെറ്റീരിയൽസ് വന്ന് അടിഞ്ഞു കൂടിയേക്കുവാണ്. ഓക്കെ, ഇത് അടിഞ്ഞു കൂടി കഴിയുമ്പോഴത്തേക്കും ബ്ലഡിന് ഇതിലൂടെ ഫ്ലോ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുന്നില്ല നമ്മൾ, ശരിയല്ലേ? അപ്പോൾ ബ്ലഡ് ഫ്ലോ അവിടെ ബാഡ്ലി എഫക്റ്റ് ചെയ്യപ്പെടുകയാണ്. ബ്ലഡ് ഫ്ലോ ഇല്ലെങ്കിൽ ഹാർട്ടിലേക്ക് ബ്ലഡിനെ എത്തിക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല. അപ്പോൾ ബ്ലഡ് പമ്പിങ് അവിടെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് വരുന്നത്, ശരിയല്ലേ? ഓക്കെ, സോ അതാണ് ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പ്രധാന കാരണം. സോ ബ്ലോക്ക് ദ ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ദി ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ദി കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. വിച്ച് വിൽ ക്യാരി ബ്ലഡ് ടു ദി ഹാർട്ട്. ഹാർട്ടിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ഒരു ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി. അപ്പോൾ അവിടെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നു, അപ്പം ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല, ദെൻ അറ്റാക്ക് ഉണ്ടാകുന്നു. ക്ലിയർ? ദെൻ അടുത്തൊരു കാര്യം ചോദിച്ചത് എന്താണ്? ബ്രോങ്കൈറ്റീസിൻ്റെ കാര്യമാണ് അല്ലേ. എങ്ങനെയാണ് ബ്രോങ്കൈറ്റിസ് ഉണ്ടാവുന്നത്? നമുക്ക് ഈ എന്താ പറയുക ബ്രീതിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എപ്പോഴും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സ്മോക്കിംഗ് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലും. അതിൽ നമുക്കറിയാം നിക്കോഷിയൻ ടൊബാക്കം അല്ലേ, നിക്കോട്ടിൻ എന്ന് പറയുന്നൊരു കണ്ടൻറ്റ് ഉണ്ട് അതിനകത്ത്. ആ നിക്കോട്ടിൻ്റെ കണ്ടൻറ്റ് അല്ലേ പല രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ലങ്സിനെയും ഹാർട്ടിനെയും ബ്രെയിനിനെയും വരെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്മോക്കിംഗ് ഒക്കെ വഴി ഉണ്ടാകുന്നൊരു ഡിസോർഡറാണ് ആക്ച്വലി ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോക്കിംഗ് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ബിഗ് പാർട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സജസ്റ്റ് വൺ ചേഞ്ച് ഈച്ച് ദാറ്റ് ഹാസ് ടു ബി മെയ്ഡ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചില ചേഞ്ചസ് ആണ് ടു കീപ്പ് എവേ ഫ്രം ദി എബൌട്ട് ഡിസീസസ്. അതായത് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറ്റാക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഈ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കിക്കേ. നമുക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ അറ്റാക്ക് പോലുള്ള പ്രോബ്ലംസ് നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം റെഡ്യൂസ് ഫാറ്റ് കൺസംഷൻ, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ത് ചെയ്യുക, സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആണ് അല്ലേ. സോ അത് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മളിപ്പം നിങ്ങൾ തന്നെ വലിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കൂടെയുള്ളവർ വലിച്ചാലും എന്താണ് സ്മോക്ക് ചെയ്താലും അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അങ്കിളോ നിങ്ങളുടെ ചേട്ടനോ ഒക്കെ വലിച്ചാലും അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബ്രോങ്കൈറ്റിസ് പോലെയുള്ള എംഫസിമ പോലെയുള്ള ഡിസോർഡേഴ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദി ബ്ലഡ് ഗ്രൂപ്പ് വിച്ച് ഹാസ് ദി ഫോളോയിങ് പെക്യുലാരിറ്റീസ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പാണ്. സോ നമ്മൾ ചാപ്റ്റർ സ്വിച്ച് ചെയ്തു അല്ലേ.
കീപ്പിംഗ് ഡിസീസസ് അവേ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന 5th ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ബ്ലഡ് ഗ്രൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. ചില പെക്യൂലിയാരിറ്റീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ജോബ്. നോക്കുക, പെക്യൂലിയാരിറ്റീസ് ഏതൊക്കെയാണ്? ആൻറ്റിജൻ എ ഇല്ല. ഓക്കെ, ഈ ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ എ എന്ന് പറയുന്ന സാധനം ഇല്ല. ദെൻ ആൻറ്റിബോഡി ബി എന്തുണ്ട്? അത് പ്രസൻ്റ് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ആൻറ്റിബോഡി ഉണ്ട്, എ എന്ന് പറയുന്ന ആൻറ്റിജൻ ഇല്ല. ഓക്കെ, ദെൻ ആൻറ്റിജൻ ഡി ഉണ്ട്. എന്താണ് ഈ ആൻറ്റിജൻ ഡി എന്ന് പറയുന്നത്? പറയാമോ? നമുക്ക് ഏതൊക്കെ ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ മേജറായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് തിരിക്കാറുണ്ട്, ശരിയല്ലേ? എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് തിരിക്കാറുണ്ടല്ലോ. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഓക്കെ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ്. അപ്പോൾ അതുപോലെ എ നെഗറ്റീവ്, എ പോസിറ്റീവ്, ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, അല്ലേ? അങ്ങനെയൊക്കെ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും വരുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ ഫാക്ടർ. ആ ഫാക്ടറിനെ നമ്മൾ എന്ത് പറയും? RH ഫാക്ടർ എന്നാണ് പറയുക. ഓക്കെ, സോ ഈ RH ഫാക്ടറിനെ തന്നെയാണ് നമ്മൾ ആൻറ്റിജൻ ഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ RH ഫാക്ടർ ഒരു ബ്ലഡിനകത്തുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. ഈ RH ഫാക്ടർ ഇല്ലെങ്കിലോ ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. അങ്ങനെയാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ സിറ്റുവേഷനിൽ എന്താണ്? ആൻറ്റിജൻ എ ഇല്ല, അപ്പോൾ അത് നോക്കണ്ട. ആൻറ്റിബോഡി ബി ഉണ്ട്. ഓക്കെ, പിന്നെ ആൻറ്റിജൻ ഡി ഇല്ല, അതായത് RH ഫാക്ടർ ഇല്ല, അപ്പോൾ അത് നെഗറ്റീവാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും ഇത് തന്നേക്കുന്നത്? യെസ്, ബി നെഗറ്റീവ് എന്നുള്ള ബ്ലഡ് ഗ്രൂപ്പാണ്. ആൻറ്റിജൻ എ ഇല്ലല്ലോ, ആൻറ്റിജൻസ് ഒന്നുമില്ല, അപ്പോൾ ആൻറ്റിബോഡി ബി ആണുള്ളത്. അപ്പോൾ ബി എടുക്കുക. RH ഫാക്ടർ ഉണ്ടോ? ഇല്ല, അപ്പം നെഗറ്റീവ്, അപ്പം ബി നെഗറ്റീവ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. എല്ലാ ഗ്രൂപ്പുകളെയും കുറിച്ചൊന്ന് ആ ഒരു ഐഡിയ ഉണ്ടാക്കുക. എല്ലാ ഗ്രൂപ്പുകളും എങ്ങനെയാണ്, അതിനകത്തുള്ള ആൻറ്റിജൻ ഏതാണ്, ആൻറ്റിബോഡി ഏതാണെന്നൊക്കെ നോക്കി വയ്ക്കാം. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is not related to inflammatory responses? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. എന്താണത്? ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്തെങ്കിലും കടിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുമ്പോഴോ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരും, ചിലപ്പോൾ ഒരു റെഡിഷ് കളറിലൊക്കെ. ശ്രദ്ധിച്ചിട്ടില്ലേ? സോ അതെന്താണ്? ആക്ച്വലി ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബിഹൈൻഡിലുള്ള ഒരു എന്താ പറയുക കെമിക്കലായിട്ടുള്ളൊരു കണ്ടീഷൻ എന്താണ്? ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വരാനുള്ള കാരണം എന്താണ്? ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡയഗ്രം ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. നോക്കിക്കേ, ഇവിടെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചേ. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൻ്റെ ഡയഗ്രം ആണ് കേട്ടോ, കാണാമല്ലോ. സോ ഇതിനകത്ത് നമ്മുടെ ബോഡിയിൽ നമ്മളൊരു സിറ്റുവേഷൻ സങ്കല്പിക്കുകയാണ്. നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ജസ്റ്റ് ചെറിയൊരു പൊട്ട്, വല്ല പിന്നുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊരു ചെറിയ മുറിവാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആ ഒരു ചെറിയ മുറിവ് നമ്മൾ സങ്കല്പിക്കുകയാണ്. ആ മുറിവ് മതി എന്ത് ചെയ്യാൻ? ജേംസിന് നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു വാതിൽ തുറക്കുകയാണ് ആ മുറിവിലൂടെ. അല്ല, അവർ ഹാപ്പിയായി, ആ മുറിവ് വന്നു, അപ്പോൾ എൻ്റർ ചെയ്യാൻ പോവാണ്. അകത്തേക്ക് പോയിട്ട് വേണം അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കാൻ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ആ ചെറിയ മുറിവിലൂടെ എന്ത് ചെയ്യാണ്? ജേംസ് നമ്മുടെ ബോഡിക്കകത്തേക്ക് എൻ്റർ ചെയ്യാണ്. അതാണ് ഈ 1 എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ജേംസ് എൻ്റർ ത്രൂ ദി വൂൺസ്. നമ്മുടെ ബോഡിയിലെ വൂൺസിൽ കൂടെ ജേംസ് അകത്തേക്ക് എൻ്റർ ചെയ്യാണ്. കാണിച്ചിരിക്കുന്നുണ്ടോ? കാണാം. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജേംസ് അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുകയാണോ ബോഡിക്കകത്ത് പോയിട്ട്? ഇല്ല. ദേ വിൽ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻസൈഡ് അവർ ബോഡി, അല്ലേ? നമ്മുടെ ബോഡിക്കകത്തേക്ക് അവർ അവരുടെ ശരീരത്തിലുള്ള ടോക്സിൻസ്, കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ശരീരത്തെ തകർക്കാനുള്ള ആയുധമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോഡി ആ കെമിക്കൽസിനെ റെക്കഗ്നൈസ് ചെയ്യും, അല്ലേ? നമ്മുടെ ബോഡിയിൽ ആരുണ്ട്? ലിംഫോസൈറ്റുകളുണ്ട്, WBCs ഉണ്ട്. അപ്പോൾ അവർ ഉണർന്നു, അവർ സ്റ്റിമുലേറ്റഡ് ആയി, ആരോ വന്നിട്ടുണ്ട്, ബോഡിക്കകത്തേക്ക് കയറിയിട്ടുണ്ട്. സോ WBCs ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ദേ വിൽ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്, റൈറ്റ്? അപ്പോൾ ഈ WBCസും അവരുടെ കൂടെയുള്ള ലിംഫോസൈറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ വൂൺ സൈറ്റിലേക്ക്, ആ സൈറ്റ് മുറിഞ്ഞ ഭാഗം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ വരികയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാണിച്ചേക്കുന്നത്. എന്താ പറയുക, WBCസും കാര്യങ്ങളൊക്കെ വൂൺ സൈറ്റിലേക്ക് വന്നു. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ്? നമ്മുടെ ബ്ലഡ് കാപ്പിലറി ഉണ്ടല്ലോ, ബ്ലഡ് വെസൽസ്, ആ ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ചെയ്യും. ഇപ്പോൾ ഇത്രയുള്ള ബ്ലഡ് വെസൽ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇത് ഡൈലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സൈസ് കൂടിയല്ലോ. അപ്പോഴാണ് ഈ പറഞ്ഞ ബ്ലഡ് WBCയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ വൂൺ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുക.
എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത ഫംഗ്ഷൻ? ഈ എൻ്റർ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ അത് ദാ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കാണിച്ചേക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് WBCസും നമ്മുടെ ലിംഫോസൈറ്റ് സെല്ലുകളും ഒക്കെ നമ്മുടെ ഈ വൂൺ സൈറ്റിലേക്ക് വരികയാണ്. ഈ ബാക്ടീരിയ എന്താണ്, കെമിക്കൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ ആളുകൾ കൂടി അല്ലേ, ബ്ലഡ് കാപ്പിലറി എന്ന് പറയുന്ന ആളുകളൊക്കെ ഇവിടെ കൂടിയിരിക്കുകയാണ്. സോ ദാറ്റ് എന്താണ്, നമ്മുടെ ബോഡിയിൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലമേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ജസ്റ്റ് പൊങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് കാണാം. എന്താണ് അത് പരിശോധിക്കാൻ ആൾക്കാർ വന്നേക്കുന്നതാണ് അകത്ത് അല്ലേ, അതുകൊണ്ടാണ് നമുക്കത് പുറമേ കാണാൻ പറ്റുന്നത്. ശരിയല്ലേ? സോ അതാണ് ആക്ച്വലി വാട്ട് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഭാഗത്തുനിന്ന്. ഇനി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം എന്താണ് അല്ലേ, ഇവർ നമ്മളെ ഈ ബാക്ടീരിയനെ അതിൻ്റെ കെമിക്കലിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ലിംഫോസൈറ്റ്. സോ ലിംഫോസൈറ്റ്സ് മോണോസൈറ്റ്സും അതുപോലെ തന്നെ ന്യൂട്രോഫിൽസും ആണ് ഈ സൈറ്റിലേക്ക് പ്രധാനമായിട്ടും വരുന്ന WBCs. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, ഈ ബാക്ടീരിയനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആൻറ്റിജനുമായിട്ട് ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ചെയ്ത് ഇൻറ്ററാക്ട് ചെയ്ത് റിയാക്ഷൻ നടന്നിട്ട് ഇവരെ ഈ ആൻറ്റിജൻ അല്ലെങ്കിൽ ബാക്ടീരിയനെ കില്ല് ചെയ്ത് കളയും, ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അതാണ്. എന്നിട്ട് നമ്മൾ പിന്നീട് എന്താണ് പഴയ പോലെ നമ്മുടെ ഇതൊക്കെ താഴ്ന്ന് ഓക്കെ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. വിച്ച് among the following is not related to inflammatory റെസ്പോൺസ് ആയിട്ട് റിലേറ്റ് ചെയ്യാത്തത് ആരാണെന്നാണ്. ഫാഗോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കൈൻഡ് ഓഫ് എ സെൽ അല്ലേ, എന്താണ് ഫാഗോസൈറ്റിക് സെല്ലുകൾ. നിങ്ങൾക്കറിയാം ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാത്തോജൻസിനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പഠിച്ചിട്ടുള്ളത് അല്ലേ. സോ ഫാഗോസൈറ്റോസിന് വരുന്ന സെല്ലുകൾ അല്ലെങ്കിൽ അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ റിലേറ്റഡ് ആണ്. ഓക്കെ, മോണോസൈറ്റ്സ് ഈസിനോഫിൽസ് ഇവർ രണ്ടും ആരാണ്, WBCs ആണ് അല്ലേ. ഇവർ രണ്ടുപേരും ഇമ്മ്യൂൺ റെസ്പോൺസിൽ വരുന്നവരാണ്. അപ്പോൾ അവരും അല്ല. പിന്നെ ആരാണ്, റെഡ് ബ്ലഡ് സെൽസ്. RBCs നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നോ. WBCs ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. RBC ട്രാൻസ്പോർട്ടേഷൻ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അതിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്തൊക്കെ ഉള്ളൂ. അപ്പം എന്താണ്, RBC ആണ് ഇതിൽ പെടാത്തൊരാളായിട്ട് വന്നേക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫങ്ഷൻസ് ഓഫ് ദി സെൽസ് ഇൻ സ്പെസിഫിക് ഡിഫെൻസ് ആർ ഇല്ലസ്ട്രേറ്റഡ് ബിലോ. ഈ ലിംഫോസൈറ്റുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, മേജർ WBCs ആണ്. ഈ ലിംഫോസൈറ്റുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്, T ലിംഫോസൈറ്റ്സും B ലിംഫോസൈറ്റ്സും അല്ലേ. അപ്പോൾ ആ ലിംഫോസൈറ്റിൻ്റെ ഒരു ചാർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ചില പോയിന്റ്സ് ഒക്കെ മിസ്സിംഗ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ മിസ്സിംഗ് പോയിന്റ്സ് ഒക്കെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. നോക്കാം, ലിംഫോസൈറ്റ്സ് അല്ലേ. ലിംഫോസൈറ്റ്സിൽ T ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ബോക്സിൽ വരുന്ന ആളാരായിരിക്കും? ഓഫ് കോഴ്സ് നമുക്കറിയാം B ലിംഫോസൈറ്റുകളായിരിക്കും. ഇനി B ലിംഫോസൈറ്റിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഇറ്റ് മെച്ചോസ് ഇൻ ദി ബോൺ മാരോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോൺ മാരോയിലാണ് ഉണ്ടാവുന്നതും അവിടെ തന്നെയാണ് മെച്ചുറേഷൻ നടക്കുന്നതും. ആരുടെ? B ലിംഫോസൈറ്റുകൾ അല്ലേ. B ലിംഫോസൈറ്റുകൾ നമുക്കറിയാം ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നവരാണ്, ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ T ലിംഫോസൈറ്റ്സോ, അവരുടെ മെച്ചുറേഷൻ എവിടെ വെച്ചിട്ടാണ്? T ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത് ബോൺ മാരോയിൽ തന്നെയാണ്, അസ്ഥി മജ്ജയിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ അത് മെച്ചുർ ചെയ്യുന്നത് വേറെ ഒരു ഓർഗനിലാണ്. ഓക്കെ, ബിക്കോസ് അത് മെച്ചർ ചെയ്യുന്നത് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നൊരു ഓർഗനിലാണ്. തൈമസ് എന്ന് പറയുന്നൊരു ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ അല്ലേ. സോ ആ ഗ്ലാൻഡിലാണ് മെച്ചുറേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ T ലിംഫോസൈറ്റ്, ഈ തൈമസിൻ്റെ T അല്ലേ, അതുകൊണ്ടാണ് T ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ക്ലിയർ? അപ്പോൾ T ലിംഫോസൈറ്റ്സിൽ നമുക്കത് എഴുതാം, മെച്ചോസ് ഇൻ തൈമസ് ഗ്ലാൻഡ്. ഇനി അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എന്നോണം 2 പോയിന്റുകൾ 2 ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ്. അപ്പോൾ T ലിംഫോസൈറ്റ്സ് ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അത് മാത്രമാണോ അതിൻ്റെ ഫങ്ഷൻ? അല്ല, ഒന്നും കൂടെ നമുക്ക് എഴുതാം അല്ലേ. തേർഡ് പോയിന്റിൽ എന്തുകൂടെ എഴുതാം? സെൽ ടു സെൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് T ലിംഫോസൈറ്റ്സ് അല്ലേ. അപ്പം ഒരു സെല്ല് വേറൊരു സെല്ലിനെ ഇൻഫോം ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അല്ലേ. ഇന്നൊരാൾ വന്ന് എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തൊട്ടടുത്തുള്ള സെല്ലിനെ അറിയിക്കണം. അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നടത്തുന്നത് T ലിംഫോസൈറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. പിന്നെ B ലിംഫോസൈറ്റിൻ്റെ 2 ഫംഗ്ഷൻസിൽ ഒന്ന് കൊടുത്തിരിക്കുന്നത് ന്യൂട്രലൈസ് ദി ടോക്സിൻസ് ഓഫ് ദി ആൻറ്റിജൻ.
ആൻറ്റിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫോറിൻ പാർട്ടിക്കിൾസ്, ബാക്ടീരിയയോ വൈറസോ ഒക്കെയാണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിജൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും അവർ നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ അല്ലേ? ആ ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്യുക, അതിനെ നിർവീര്യമാക്കി കളയുക എന്നുള്ളതാണ് ബി ലിംഫോസൈറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അത് മാത്രമാണോ ചെയ്യുന്നത്? നോ, ദേ വിൽ ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് അല്ലേ? ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഇവർ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ എന്താണ്, നിങ്ങൾക്ക് വേഗം അത് ഫിൽ ചെയ്യാം. ആൻസേഴ്സ് ബി ലിംഫോസൈറ്റ്, ദെൻ മെച്ചുറിൻ, തൈമസ് ഗ്ലാൻഡ്. ടി ലിംഫോസൈറ്റിൻ്റെ കാര്യമാണ്. പിന്നെ ഫംഗ്ഷൻ നോക്കിക്കേ, മൂന്നാമത്തെ കൊടുത്തേക്കുന്നത് ടി ലിംഫോസൈറ്റിൻ്റെ ഫംഗ്ഷനാണ്. It stimulates other defense cells of the body or destroy the cells affected by virus. തൊട്ടടുത്തുള്ള ഡിഫൻസ് സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക, വന്നിട്ടുണ്ട് ആൾ എന്ന് അറിയിക്കുക എന്നുള്ളത്. ഇനി ബി ലിംഫോസൈറ്റിൻ്റെ ഫംഗ്ഷനോ, ഡിസിൻറ്റഗ്രേറ്റ് ദി സെൽ മെംബ്രൈൻ ഓഫ് ദി ബാക്ടീരിയ ഓർ കിൽ ദം. അല്ല, ബാക്ടീരിയ വന്നു കഴിയുമ്പോൾ, അതായത് ഈ ആൻറ്റിജൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ സെൽ മെംബ്രെയിനെയൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനെ കൊന്നു കളയുക എന്നുള്ളതാണ് ബി ലിംഫോസൈറ്റിൻ്റെ ഫംഗ്ഷൻ. ഓർ സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്, ദസ് ഹെൽപ്സ് ടു ഡിസ്ട്രോയ് ദി പാത്തജൻസ്. ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, കൺവീനിയൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കി നിങ്ങൾക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ദെൻ കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദി അണ്ടർലൈൻഡ് പോർഷൻ അല്ലേ? നമ്മൾ ആദ്യം കണ്ടു, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. നോക്കുക, അണ്ടർലൈൻഡ് പോർഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി എഴുതുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, a protein called callose that is present in the epidermis prevents the entry of germs അല്ലേ? നമ്മളുടെ ഈ പ്ലാന്റ്സിൻ്റെ ഡിഫൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചപ്പോൾ അതിനകത്ത് ഈ അതിൻ്റെ ഏറ്റവും പുറമേയുള്ള എപ്പിഡെർമിസ് അല്ലേ? അപ്പോൾ ഈ ജേംസിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കവറിങ്, ഒരു പ്രോട്ടീൻ കോട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാലോസ് ആണോ എന്നുള്ളത് സംശയമുണ്ട് അല്ലേ? കാലോസ് ആണോ? അല്ല, വേറൊരു പ്രോട്ടീനാണ്. ഏതാണ് ആ പ്രോട്ടീൻ? ഓർക്കുന്നുണ്ടോ ഏതാണെന്ന് പഠിച്ചത്? യെസ്, കെരാറ്റിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീനാണ് അല്ലേ? സോ കെരാറ്റിൻ. അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ കെരാറ്റിൻ ആണ് വരേണ്ടത്, അത് തിരുത്തി എഴുതുക. അടുത്ത സെൻറ്റൻസ് നോക്കുക, ലൈസോസൈം പ്രസൻറ്റ് ഇൻ സലൈവ ഡിസ്ട്രോയ് ജേംസ്. നമ്മുടെ സലൈവ, നമ്മുടെ ഉമിനീര് അല്ലേ? ഉമിനീരിൽ നമുക്കറിയാം ഒത്തിരി എൻസൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സലൈവയിലുള്ള ലൈസോസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ എൻസൈം അല്ലേ? ഈ ബാക്ടീരിയൽ എൻട്രി അല്ലെങ്കിൽ ജേംസ് വന്നു കഴിയുമ്പോൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണത്. ആ ഒരു സാധനം സലൈവയിലുണ്ട്. അപ്പോൾ അത് ശരിയല്ല, അതിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല. ദാറ്റ് വിൽ ഡിസ്ട്രോയ് ജേംസ് സിംപ്ലി. ദെൻ അടുത്തത്, T lymphocytes produce antibodies against antigens which enter our body. എന്താണ്? നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻസ് വന്നു കഴിയുമ്പോൾ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ് ആണോ അതോ ബി ലിംഫോസൈറ്റ് ആണോ? ഒന്ന് ആലോചിച്ചേ, നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ആരാണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെസ്, ബി ലിംഫോസൈറ്റുകളാണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടി അല്ല. അപ്പോൾ ഇവിടെയും ഒരു തെറ്റുണ്ട്. നോക്കാം. യെസ്, ഫസ്റ്റ് കാലോസ് അല്ല, എപ്പിഡെർമിസിൽ മറ്റേ ജേർമൽ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നത് കെരാറ്റിനാണ്. ദെൻ ബി ലിംഫോസൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് വീണ്ടും ഒരു ബ്ലഡ് ഗ്രൂപ്പിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. The details of blood groups of two persons are given in the table. രണ്ട് ആളുകളാണ്, എക്സും വൈയും എന്ന് പറയുന്ന രണ്ട് ആളുകളാണ്. അവരുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അനലൈസ് ദം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. നോക്കാം, ആ ടേബിൾ ഒന്ന് പഠിച്ചേ നിങ്ങൾ. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. പേഴ്സൺസ് എക്സും വൈയും ആണ്. ആ രണ്ട് പേരുടെയും ബോഡിയിലുള്ള ആൻറ്റിജൻ, ആൻറ്റിബോഡി, RH ഫാക്ടർ അല്ലെങ്കിൽ ആൻറ്റിജൻ ഡി, അത് മൂന്നുമാണ് കൊടുത്തേക്കുന്നത്. എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ആളെ നോക്കുക. അയാളുടെ ബോഡിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ബ്ലഡിൽ എന്തൊക്കെയാണ് ഉള്ളത്? ആൻറ്റിജൻ ബി ഉണ്ട്, ക്യാപിറ്റൽ ബി ആണ്. ആൻറ്റിജൻ ബി ഉണ്ട്. ആൻറ്റിബോഡി സ്മോൾ എ ആണ് ഉള്ളത്. RH ഫാക്ടർ ഉണ്ടോ? നോക്കിക്കേ, RH ഫാക്ടർ ഇസ് പ്രസൻറ്റ്. സോ RH ഫാക്ടർ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ അവിടെ ഫിക്സ് ചെയ്യാണ്, ഉറപ്പിക്കുകയാണ്. എന്താണ്? പോസിറ്റീവ് ഗ്രൂപ്പാണ്. എക്സ് എന്ന് പറയുന്ന ആൾക്കൊരു പോസിറ്റീവ് ഗ്രൂപ്പാണ്. ഇനി അയാളിൽ ആൻറ്റിജൻ ബി ആണ് ഉള്ളത്, ആൻറ്റിബോഡി സ്മോൾ എയും ഉണ്ട്. അപ്പോൾ ആൻറ്റിജൻ ബി ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ആൻറ്റിജൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുക അല്ലേ? സോ ബി പോസിറ്റീവ് ആയിരിക്കും എക്സ് എന്ന ആളുടെ ബ്ലഡ് ഗ്രൂപ്പ്. ഇനി വൈ നോക്കിക്കേ. വൈയിൽ ആൻറ്റിജൻ എ ഉണ്ട്, ക്യാപിറ്റൽ എ ഉണ്ട്. ആൻറ്റിബോഡി സ്മോൾ ബി ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ദെൻ RH ഫാക്ടർ ഉണ്ടോ നോക്കിക്കേ. ഇറ്റ്സ് ആബ്സെൻറ്റ്. സോ എന്താണ്? ആബ്സെൻറ്റ്. RH ഫാക്ടർ ഇല്ല എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്, ഉറപ്പിക്കാം. പിന്നെ ആൻറ്റിജൻ ഏതാ ഉള്ളത്? എ ആണുള്ളത്. അപ്പോൾ എന്തായിരിക്കും? എ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഐഡൻറ്റിഫൈ ദി ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ് പേഴ്സൺസ് എക്സ് ആൻഡ് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഏതൊക്കെയാണ്? എക്സ് എന്ന് പറയുന്ന ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവും വൈ എന്ന് പറയുന്ന ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവും ആണ്. ക്ലിയർ അല്ലേ? കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന്
ഫൈൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ വൈ റിസീവ് ബ്ലഡ് ഫ്രം എക്സ്? വൈ, ഈ വൈ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ വൈക്ക് എക്സിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യാൻ, റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? വൈ എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ സാധിക്കുമോ? കാരണം ഇവർ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പിലുള്ളതാണ് അല്ലേ. ഇപ്പം ഞാനും നിങ്ങളും, ഇപ്പം ഞാനൊരു എ പോസിറ്റീവ് നിങ്ങളൊരു ബി നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പം എന്നിൽ നിന്നുള്ള ബ്ലഡ് നിങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പോസിറ്റീവ് ഉള്ള ആൾ ബ്ലഡ് ബി നെഗറ്റീവ് ഉള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? നോ, ഇറ്റ്സ് ഇമ്പോസിബിൾ. എന്തുകൊണ്ടാണ്? മാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പ് അല്ല എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഒരേ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇപ്പം എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് ബ്ലഡ് കൊടുത്തു, ഓക്കെ, കൊടുത്തു എന്നിരിക്കട്ടെ, കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എന്നിലുള്ള എ ഗ്രൂപ്പിലുള്ള ആൻറ്റിജൻ അല്ല ബി ഗ്രൂപ്പിലുള്ളത്, ശരിയല്ലേ? രണ്ടും ഡിഫറെൻറ്റ് ആൻറ്റിജൻസ് ആണ്. സോ ഇവർ തമ്മിൽ എന്താണ്? ഇടിയുണ്ടാവും, അറ്റാക്ക് ആവും അല്ലേ. സോ രണ്ട് ആൻറ്റിജൻസും ആൻറ്റിബോഡി ആൻറ്റിജൻ ഇൻട്രാക്ഷൻ റിയാക്ഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. എന്നിട്ട് ബ്ലഡ് ക്ലോട്ടുകൾ ഫോം ചെയ്യും. അപ്പം ഈ ട്രാൻസ്ഫർ ചെയ്ത ബ്ലഡ് എന്തായിട്ട് പോകും? കട്ടകൾ, കോയാഗുലേഷൻ സംഭവിക്കും, രക്തക്കട്ടകൾ അല്ലേ, ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് യൂസ് ഇല്ലാണ്ടാവും ആ ട്രാൻസ്ഫ്യൂഷന്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് എൻ്റെ ആ ഒരു മാച്ചിങ് നമ്മൾ നോക്കുന്നത്, ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആണ് നോക്കുന്നത്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാറ്റഗറി ഉണ്ട്, അത് ഓർത്തിരിക്കാം നമുക്ക്. ഈ ഒ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒ ഗ്രൂപ്പിനെ നമ്മൾ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നാണ് പറയാം. ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാം. അതുപോലെ എ ബി ഗ്രൂപ്പ് ഉണ്ട്, ആൻറ്റിജൻ എയും ബിയും കൂടെ ചേർന്ന എ ബി ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന് എന്താണ്? ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് റിസീവ് ചെയ്യാം, യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നാണ് അവർ അറിയപ്പെടുന്നത് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഏത് ഗ്രൂപ്പാണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. സോ ആൻറ്റിജൻ ഇൻ ദി ഡോണേഴ്സ് ബ്ലഡ് വിൽ റിയാക്ട് വിത്ത് ദി ആൻറ്റിബോഡി ഓഫ് ദി റെസിപ്പിയൻ ബ്ലഡ്സ്. രണ്ടുപേരും കൂടെ റിയാക്ഷൻ സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? കോയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യും. അതാണ് പ്രശ്നം. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫിൽ അപ്പ് ദി ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ഫീവർ സ്യൂട്ടബിളി. നിങ്ങൾ ഈ ചാപ്റ്ററിനകത്താണ് ഫീവറിനെ കുറിച്ച് പഠിച്ചേക്കുന്നത് അല്ലേ. ഫീവർ, നമുക്ക് പനി ഉണ്ടാവാറുണ്ട്, നിങ്ങൾക്ക് എനിക്കൊക്കെ പനി വരാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. എന്താണ് ഈ പനി എന്ന് പറയുന്നത്? ആക്ച്വലി ഒരു അസുഖമാണോ ശരിക്കും പറഞ്ഞാൽ? അല്ല എന്നാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ. പനി എന്ന് പറയുന്നത് ഒരു അസുഖമാണോ? അല്ല. എന്താണത്? ഇറ്റ്സ് ആക്ച്വലി എ ഡിഫെൻസ് മെക്കാനിസം ഷോൺ ബൈ അവർ ബോഡി അല്ലേ. നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു പ്രതിരോധ നടപടിയാണ് ആക്ച്വലി പനി എന്ന് പറഞ്ഞത്. പനി എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ കണ്ടീഷൻ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുക എന്നുള്ളത് മാത്രമല്ല, അല്ലാണ്ട് വേറെ നമുക്ക് എഫക്റ്റ് ഒന്നുമില്ല അല്ലേ. അപ്പം അതിനെ പനിയെ ബേസ് ചെയ്ത്, ഫീവറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് നോക്കാം, അതിൽ ചില പോയിന്റ്സ് മിസ്സിംഗ് ആണ്, അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. സോ പാത്തജൻസ് എൻ്റർ ദി ബോഡി. ഫീവർ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിക്കകത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാത്തജൻസ് എൻ്റർ ചെയ്യാണ് അല്ലേ. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണ്? പാത്തജൻസ് പ്രൊഡ്യൂസ് ഡാഷ്. എന്താണിത്? നമ്മുടെ ബോഡിക്കകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? നമ്മൾ ഓൾറെഡി പഠിച്ചു, ഫാഗോസൈറ്റോസിസ് ഒക്കെ പഠിച്ചപ്പോൾ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, കെമിക്കൽസ് അത് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ടോക്സിൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് വരും അങ്ങോട്ടേക്ക്? യെസ്, വൈറ്റ് ബ്ലഡ് സെൽസ് വിൽ സ്റ്റിമുലേറ്റഡ് അല്ലേ. അവർ ഇതറിഞ്ഞ് അവർ ആ സ്ഥലത്തേക്ക്, വൂണ്ട് സൈറ്റിലേക്ക് അല്ലെങ്കിൽ ബാക്ടീരിയ ഉള്ള സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് പ്രവഹിക്കും ഈ WBCs, ശരിയല്ലേ. ദെൻ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? WBCs വന്നു കഴിഞ്ഞാൽ ഉടനെ ദി വൈറ്റ് ബ്ലഡ് സെൽസ് വിൽ പ്രൊഡ്യൂസ് സർട്ടൻ what? They will produce certain chemicals to react with that toxins that will produced from this bacteria അല്ലേ. അവരുടെ ടോക്സിൻസുമായിട്ട് കിടപിടിച്ച് നിൽക്കുന്ന തരത്തിലുള്ള കെമിക്കൽസ് നമ്മളുടെ WBCs പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചില കെമിക്കൽസ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ എന്ത് സംഭവിക്കും? ഇവർ തമ്മിലുള്ള റിയാക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് എന്താണ്? നല്ല ടെമ്പറേച്ചറാണ്, നമ്മൾ ഉടനെ പോയി മരുന്ന് മേടിക്കുന്നു, പാരസെറ്റമോൾ മേടിക്കുന്നു, കഴിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണുന്നു, മരുന്ന് കഴിക്കുന്നു. ആക്ച്വലി ഇതെന്താണ്? നമ്മുടെ ശരീരത്തിലൊരു ബാക്ടീരിയ വന്നപ്പോൾ അതിനെ കൊന്നു കളയാനുള്ളൊരു മാർഗം നമ്മുടെ ബോഡി തന്നെ കാണിക്കുന്നതാണ്, എക്സിബിറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി അല്ലേ. അതാണ് ബോഡി ടെമ്പറേച്ചർ കൂടുന്നത്, ശരിയല്ലേ. സോ റൈറ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ഈ ബോഡി ടെമ്പറേച്ചർ കൂടിയാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇപ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഗുണമൊന്നുമില്ല, പനിയാണ്, അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി കിടന്ന് ചുരുണ്ടുകൂടി കിടക്കാനാണ് നോക്കുകയെന്ന് അല്ലേ. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ചില ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ ബോഡിയിലൊരു ബാക്ടീരിയ വന്നേക്കുമല്ലേ അല്ലേ. സോ ഈ ബാക്ടീരിയനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കില്ല് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ബോഡി. ടെമ്പറേച്ചർ ഒത്തിരി കണ്ട് കൂടിക്കഴിയുമ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് സഹിക്കാൻ പറ്റില്ല, സോ ദേ വിൽ ഡൈ അല്ലേ, അത് ചത്തുപോകും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ, ബാക്ടീരിയനെ ഒന്നെങ്കിൽ കൊന്നുകളയുക, ഡിസ്ട്രോയ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തടയുക. ഈ ഹൈ ടെമ്പറേച്ചറിൽ ഒരിക്കലും ദേ കാൺട്ട് മൾട്ടിപ്ലൈ,
അല്ലേ? സോ എന്തൊക്കെയാണ് ഗുണങ്ങൾ? റെഡ്യൂസ് ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തജൻ, ദെൻ ഇൻക്രീസസ് ദി എഫക്റ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കാനുള്ള നമ്മുടെ സെല്ലിൻ്റെ കഴിവാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക? അതിൻ്റെ ചാൻസസ് നമ്മൾ കൂടുതലാക്കുക ബോഡിയിൽ. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഡിഫെൻസ് മെക്കാനിസം. ഫീവർ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഫൈൻ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 2 statements from a science article are given below. ഒരു സയൻസ് ആർട്ടിക്കിളിൽ നിന്നുള്ള 2 കാര്യങ്ങളാണ്. അനലൈസ് ദെം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. നോക്കാം എന്താണ് 2 കാര്യങ്ങളെന്ന്. 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു അതല്ലേ, ബ്ലഡ് ഗ്രൂപ്പുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പറഞ്ഞ് നമ്മൾ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ദെൻ നോബഡി ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ഓൾ ബ്ലഡ് ഗ്രൂപ്പ്സ്. ഒരാൾക്കും എന്ത് ചെയ്യില്ല, എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകളിൽ നിന്നും ഒരാൾക്ക് ബ്ലഡിനെ റിസീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ 2 സെൻറ്റൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ദി റീസൺസ് ഫോർ ഈച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സും അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കാനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ആദ്യം എടുക്കുക. ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഗ്രൂപ്പ്സ് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും. നമ്മൾ പറഞ്ഞു ആൻറ്റിജൻ ഡി അല്ലെങ്കിൽ RH ഫാക്ടർ അല്ലേ? RH ഫാക്ടറിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ അതിൻ്റെ ആബ്സെൻസോ വരുമ്പോഴാണ്. അത് ഉണ്ടെങ്കിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഗ്രൂപ്പും RH ഫാക്ടർ ഇല്ലെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും. അങ്ങനെയാണ് നമ്മളതിനെ തിരിക്കുന്നത്. അപ്പോൾ RH ഫാക്ടറാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നോബഡി ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ഓൾ ബ്ലഡ് ഗ്രൂപ്പ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അതും അല്ലേ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ കേസ് പറഞ്ഞില്ലേ? അതായത് ബ്ലഡ് ഗ്രൂപ്പുകൾ മാച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ റിസീവ് ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൻറ്റിജനും നമ്മുടെ ബോഡിക്കകത്തുള്ള ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്ത് ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യും അല്ലേ? രക്തക്കട്ടകൾ, കോയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിക്കും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണമില്ല. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് എല്ലാവർക്കും എല്ലാ ബ്ലഡ് ഗ്രൂപ്പും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് മാച്ച് ചെയ്തുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. ക്ലിയർ? സോ ഫസ്റ്റത്തേൻ്റെ ആൻസർ എന്താണ്? RH ഫാക്ടറിൻ്റെ പ്രസൻസ് വെച്ചിട്ടാണ് നമ്മൾ പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ പറയുന്നത്. ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വെൻ എ ഫോറിൻ ആൻറ്റിജൻ റീച്ചസ് പേഴ്സൺസ് ബ്ലഡ് ദി റെസിപ്പിയൻസ് ഡിഫൻസ് ആക്ടിവിറ്റി വിൽ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. ഒരു ആൻറ്റിജൻ വന്നു കഴിയുമ്പോൾ ദെൻ ദി ആൻറ്റിജൻ ഇൻ ദി ഡോണേഴ്സ് ബ്ലഡ് ആൻഡ് ദി ആൻറ്റിബോഡി ഇൻ ദി റെസിപ്പിയൻസ് ബ്ലഡ്, രണ്ടുപേരും കൂടെ തമ്മിൽ റിയാക്ട് ചെയ്യാണ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഓർ കോആഗുലേഷൻ. കോആഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. ക്ലിയർ അല്ലേ? ഫൈൻ. ദെൻ അടുത്തൊരു സെഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ബി സെഷൻ, വാട്ട് ആർ ദി തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലേ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, നമ്മുടെ ഏജ് ഗ്രൂപ്പ് ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് ചെറിയ പിള്ളേർക്കും ഒത്തിരി പ്രായമായ ആളുകൾക്കും ഒന്നും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോസിബിൾ അല്ല. അതായത് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 18 to 16 ആണ്. ഈ ഒരു പ്രായത്തിനിടയിലുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താനുള്ളൊരു അധികാരം നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഏറ്റവും കുഞ്ഞു കുട്ടികൾക്ക് 18-ന് താഴെയുള്ളവർക്കും 60-ന് മേലിലുള്ളവരുടെയും ബ്ലഡ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫ്യൂഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ദെൻ people with blood related diseases should not donate blood. എന്തെങ്കിലും രക്തസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യുക? ബെറ്റർ അവരുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കോമ്പാറ്റബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കോമ്പാറ്റബിലിറ്റി മീൻസ് എന്താണ്? മാച്ചിങ് നോക്കുക. എ ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണെങ്കിൽ എ പോസിറ്റീവ് ബ്ലഡ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ബി നെഗറ്റീവ് ആണെങ്കിൽ അതേ ബ്ലഡ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ആ മാച്ചിങ് നോക്കിയിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യും. ആ ഒരു പ്രോസസ്സേ വിഫലമായിട്ട് പോകും. ശരിയല്ലേ? ഫൈൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ്. ഈ ഒരു ഫിഗർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. എന്തിൻ്റെ ഫിഗറാണ് കൊടുത്തേക്കുന്നത്? യെസ്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കുറേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഫാഗോസൈറ്റോസിസ്. ഓക്കെ അല്ലേ? സോ ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. നോക്കുക. വിച്ച് ഇസ് ദി പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ഇല്ലസ്ട്രേഷൻ? എന്തിൻ്റെയാണ് ഈ കാണിച്ചിരിക്കുന്നത്? ഒരു ഫാഗോസൈറ്റിക് സെല്ല്, അതിൽ ഫാഗോസൈറ്റോസിസ് നടക്കുന്നതിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. അണ്ടർസ്റ്റുഡ് ആണല്ലോ? റൈറ്റ്. സെഷൻ ബിയിൽ നെയിം ദി വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻവോൾവ് ഇൻ ഫാഗോസൈറ്റോസിസ്. ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള WBCസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആരൊക്കെ ആയിരിക്കും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ. നമ്മളിതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് വരുന്ന ഫാഗോസൈറ്റിക് സെല്ലുകൾ ആരൊക്കെ ആയിരിക്കും? യെസ്, മോണോസൈറ്റുകളും ന്യൂട്രോഫില്ലുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു കേസ് പറഞ്ഞപ്പോൾ, ലിംഫോസൈറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ. റൈറ്റ്.
ദെൻ റൈറ്റ് ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. അപ്പോൾ ഫാഗോസൈറ്റോസിസിൻ്റെ സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് നോട്ട് ചെയ്യുക, എപ്പോഴും പഠിച്ചിട്ട് പോവുക. ഇതിൻ്റെ സീക്വൻഷ്യൽ ഓർഡറിൽ സ്റ്റെപ്പുകൾ എഴുതുക. അതായത് ഈ കാണിച്ചിരിക്കുന്ന പ്രോസസ്സ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫാഗോസൈറ്റോസിസ് ആണ് ആ റിയാക്ഷൻ. മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസും ആണ് മെയിൻലി ആ സൈറ്റിലേക്ക് വരുന്ന എന്താ പറയുക WBCs എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യം എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഫാഗോസൈറ്റിക് സെല്ല് എന്ത് ചെയ്യാണ്, ഒരു ഫോറിൻ പാർട്ടിക്കിൾ വന്നു കഴിയുമ്പോൾ അതിനെ എൻഗൾഫ് ചെയ്ത് ഒരു മെംബ്രെയിൻ സാക്കിലാക്കി ഈ സെല്ലിൻ്റെ അകത്തേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ദി ഫാഗോസൈറ്റ്, അതായത് ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന സെല്ലാണ് കേട്ടോ ഫാഗോസൈറ്റ്. സോ ദേ വിൽ എൻഗൾഫ് ദി പാത്തജൻസ് ഇൻ ആ മെംബ്രെയിൻ സാക്ക്. ഒരു മെംബ്രെയിൻ സാക്കിലേക്ക് ഈ ഒരു മെംബ്രെയിൻ സാക്കിലേക്ക് ഇതാണ് പാത്തജൻ, ഇതിനെ എൻട്രി ചെയ്യിപ്പിക്കുകയാണ്. അതിൽ വെച്ചിട്ട് കവർ ചെയ്ത് ഇങ്ങനെ എൻഗൾഫ് ചെയ്ത് അകത്തേക്ക് എടുക്കുന്ന ഒരു മാതിരിയാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. ദെൻ ദി മെംബ്രെയിൻ സാക്ക് വിൽ കമ്പൈൻസ് വിത്ത് ലൈസോസോം. നമ്മുടെ സെല്ലുകളിലുള്ള ഒരു സെൽ ഓർഗനലാണ് ലൈസോസോം എന്ന് പറയുന്ന സെൽ ഓർഗനൽ. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലൈസോസോമിൻ്റെ ഫംഗ്ഷൻ, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഓർ ഇറ്റ് വിൽ കണ്ടെയ്ൻ സർട്ടൺ എൻസൈംസ്, ഡൈജസ്റ്റീവ് എൻസൈംസ് അല്ലേ. ലൈസോസൈമുകൾ എന്ന് പറയുന്ന എൻസൈമുകളുണ്ട്. അതിനെ ഈ പാത്തോജനെ ഡൈജസ്റ്റ് ചെയ്ത് കില്ല് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള എൻസൈംസ് ആണ്. അപ്പോൾ ഈ മെംബ്രെയിൻ സാക്കിൽ ലൈസോസോംസും വന്ന് കമ്പൈൻ ചെയ്യുന്നതാണ് സെക്കൻഡ് പ്രോസസ്സ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ, കമ്പൈൻ ചെയ്ത് നമുക്കറിയാം ലൈസോസോമിൽ എൻസൈം ഉള്ള ആളാണ്. സോ അയാൾ വന്ന് കമ്പൈൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും നടക്കുക, എൻസൈംസ് റിലീസ് ചെയ്യും. ഈ ഡൈജസ്റ്റീവ് എൻസൈമുകൾ ഈ പാത്തോജനെ, ഈ മെംബ്രെയിൻ സാക്കിനകത്തുള്ള പാത്തോജനെ ഡിസ്ട്രോയ് ചെയ്യും, അതിനെ നശിപ്പിക്കും. ദി എൻസൈം ഇൻ ദി ലൈസോസോം വിൽ ഡീജനറേറ്റ് ആൻഡ് ഡിസ്ട്രോയ് ദി പാത്തജൻസ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഫാഗോസൈറ്റിക് സെല്ല് പാത്തജനെ എന്ത് ചെയ്യുന്നത്, ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ഫാഗോസൈറ്റോസിസ്. അപ്പം ഈ പോയിന്റ്സും ഈ ഫിഗറും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോക്കിയിട്ട് പോവാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇല്ലസ്ട്രേഷൻ നോക്കുക. ഡിഫെൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെഷനിലാണ് പ്ലാന്റ്സിൻ്റെ ഡിഫെൻസ് പറഞ്ഞേക്കുന്നത് അല്ലേ. സോ അവിടെ നോക്കുക, ബാർക്ക് അതുപോലെ ഒരെണ്ണം ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് ബാർക്ക് എന്താണ് ചെയ്യുക, ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മരമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറന്തോടില്ലേ, ഭയങ്കര കട്ടിയുള്ള ഒരു പുറന്തോട്, പൊളിഞ്ഞൊക്കെ പോകും ചിലപ്പോൾ. അതാണ് നമ്മൾ മരത്തിൻ്റെ ബാർക്ക് എന്ന് പറയുന്നത്, ആ പുറന്തോടാണ്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഡിഫെൻസ് കവർ അല്ലേ പ്ലാന്റ്സിൻ്റെ കേസിൽ. സോ ഇറ്റ് വിൽ പ്രൊട്ടക്ട്സ് ദി ഇന്നർ സെൽസ് ഫ്രം ദി ഡയറക്റ്റ് കോൺടാക്ട് ഓഫ് പാത്തോജൻസ് അല്ലേ. ഏറ്റവും ഉള്ളിലുള്ള സെല്ലുകളെ പുറമേ ആയിട്ട് കവർ ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭയങ്കര ഹാർഡ് കവറിങ് ആണ് ഈ ബാർക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ ആക്ച്വലി. ദെൻ വെൽ എക്യുപ്ഡ് റെസിസ്റ്റൻറ്റ് കോട്ട്, ഇതാണ് വേറൊരെണ്ണം കാണിച്ചിരിക്കുന്നത്. വേറൊരു ഡിഫെൻസ് സ്ട്രക്ചറാണ് വെൽ എക്യുപ്ഡ് റെസിസ്റ്റൻറ്റ് കോട്ട് എന്ന് പറയുന്നത്. എന്തായിരിക്കും പ്ലാന്റ് സെൽസിൽ? യെസ്, അവരുടെ സെൽ വോൾ ആയിരിക്കും അല്ലേ. നമുക്കറിയാം ആനിമൽ സെൽസിൽ സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ബട്ട് പ്ലാന്റ് സെൽസിൽ നോക്കുമ്പോൾ ഒരു സെൽ മെംബ്രെയിനും ഉണ്ട്, ദെൻ ഒരു എന്താണ് റിജിഡ് ആയിട്ടുള്ളൊരു സെൽ വോളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. റിജിഡ് സെൽ വോളാണ്, ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഈ സെൽ വോൾ. എന്തിനു വേണ്ടിയിട്ടാണ്? പാത്തജൻസിൻ്റെയൊക്കെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുക അല്ലേ, മാക്സിമം സാധനങ്ങൾ ഇന്നർ സെൽസിലേക്ക് എത്താതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, സെൽ വോൾ. അപ്പോൾ അവിടെ വരുന്ന ആ 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? സെൽ വോൾ ആയിരിക്കും അല്ലേ. ഐഡൻറ്റിഫൈ ദി പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 1. ഏതാണ്? യെസ്, ഇറ്റ് ഈസ് ദി സെൽ വോൾ ഓഫ് ദി പ്ലാന്റ് സെൽ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം എനി 2 കെമിക്കൽസ് വിച്ച് പ്രൊവൈഡ് റിജിഡിറ്റി ടു ദി പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 1. അതായത് 1 എന്ന് പറയുന്നത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, സെൽ വോളാണ്. സോ ഈ സെൽ വോളിൽ റിജിഡിറ്റി കൊടുക്കുന്ന ഏതെങ്കിലും 2 കെമിക്കൽസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം? ഒബ്വിയസ്ലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സെൽ വോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ അല്ലേ. എന്തൊക്കെയായിരിക്കാം? ലിഗ്നിൻ എന്ന് പറയുന്ന ഹാർഡ് സബ്സ്റ്റൻസ് ആവാം, സ്യൂബറിൻ ആവാം അല്ലേ, അങ്ങനെയുള്ള മെറ്റീരിയൽസ്, ക്യൂട്ടിൻ ആവാം. ഇതിലേതെങ്കിലും 2 നിങ്ങൾക്ക് എഴുതാം. ഇവിടെ കൊടുത്തേക്കുന്നത് ലിഗ്നിൻ, ക്യൂട്ടിൻ, സ്യൂബറിൻ, ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സെഷൻ നോക്കുക. ഹൗ ഡു ദി ജേംസ് ദാറ്റ് ഹാവ് ക്രോസ്ഡ് ദി സെൽ വോൾ ആർ പ്രിവെൻറ്റഡ് ഫ്രം എൻട്രിങ് ദി സെൽ. അതായത് ഇപ്പോൾ സെൽ വോൾ, ഇതൊരു പ്ലാന്റ് സെല്ലാണെന്നിരിക്കട്ടെ. ഈ പ്ലാന്റ് സെല്ലിൻ്റെ സെൽ വോളാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. ഈ സെൽ വോൾ ക്രോസ് ചെയ്തിട്ട് ചില പാത്തോജൻസ് എൻ്റർ ചെയ്യുന്നുണ്ട്. സെൽ വോളിൽ ക്രോസ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഉള്ളിലേക്ക്, ഫർദർ ഉള്ളിലേക്ക് കടക്കാതെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? അതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ദർ വിൽ ബി എ പോളിസാക്കറൈഡ് കോട്ടിംഗ്
അല്ലേ? ആ സെൽ മെമ്പറൈൻ്റെ പുറമേ ആയിട്ട്, അതായത് സെൽ വോൾ കഴിഞ്ഞിട്ട് ഒരു പോളിസാക്കറൈഡിൻ്റെ ഒരു കോട്ടിംഗ് വരുന്നുണ്ട്. ഓക്കെ, ആ കോട്ടിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിഫെൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നോക്കാം. ദേ ആർ പ്രിവെൻറ്റഡ് ഫ്രം എൻട്രിങ് ത്രൂ ദി സെൽ മെമ്പറൈൻ ബൈ കാലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോളിസാക്കറൈഡ് ഫോംഡ് ഇൻ ദി സെൽ വോൾ. സെൽ വോളിൽ ഫോം ചെയ്യുന്ന ഒരു പോളിസാക്കറൈഡ് ആണ് ഈ കാലോസ് എന്ന് പറഞ്ഞത്. കാലോസ് പ്ലഗ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ ഈ കാലോസ് ആണ് എന്ത് ചെയ്യുന്നത്? ഫർദർ ഈ എൻട്രി ചെയ്ത ബാക്ടീരിയ അല്ലെങ്കിൽ പാത്തോജനിനെ വീണ്ടും സെല്ലിനകത്തേക്ക് എൻട്രി ചെയ്യിപ്പിക്കാതെ നമ്മളെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഓർത്തിരിക്കുക, കാലോസ്. ക്ലിയർ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. How does the cell wall help in the defense of diseases in plants? പ്ലാന്റ്സിൽ ഡിസീസസ് വന്നു കഴിയുമ്പം ഈ സെൽ വോൾ ഒരു ഡിഫെൻസ് ആയിട്ടുള്ള ഒരു ലെയർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് സെൽ വോൾ ഒരു ഡിഫെൻസ് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം. കാരണം എന്താണ്? സെൽ വോള് റിജിഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് അല്ലേ? വളരെ റിജിഡാണ്. എല്ലാ സാധനങ്ങളും പെർമിയബിൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ല. സെൽ വോൾ ആക്ട് ആസ് എ വെൽ എക്യുപ്ഡ് റെസിസ്റ്റൻറ്റ് കോട്ട് ഇൻ പ്ലാന്റ് സെൽസ് അല്ലേ? ആൻഡ് ഇറ്റ് വിൽ ബി മെയ്ഡ് അപ്പ് ഓഫ്, അത് ഉണ്ടാക്കിയിരിക്കുന്നതും വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടിട്ടാണ്. ലിഗ്നിൻ, cutin and suberin are the materials. They will give rigidity to this cell wall structures അല്ലേ? അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ലിഗ്നൻ ഡെപ്പോസിഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഈ സെൽ വോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതുപോലെ കട്ടി കൂടിയ വോളുകളായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സാധാരണ ഒരു സെല്ലുകൾക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പാത്തജൻസിന് ക്രോസ് ചെയ്ത് അകത്ത് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്രയും ഹാർഡായിട്ടുള്ള മെറ്റീരിയലിനെ ക്രോസ് ചെയ്ത് കയറുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സെൽ വോള് പ്ലാന്റ്സിനെ സഹായിക്കുന്നത്, ഡിഫെൻസിന് വേണ്ടി സഹായിക്കുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ വാക്സിൻസ്? ഈ ചാപ്റ്ററിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് വാക്സിൻസ് എന്ന് പറയുന്നത് അല്ലേ? സോ ഈ വാക്സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് അല്ലേ? എപ്പോഴൊക്കെയാണ് നിങ്ങൾ വാക്സിനേഷൻ എടുത്തിട്ടുള്ളതെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ, ജനിച്ചു കഴിയുമ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 5 മാസം 6 മാസം പ്രായമുള്ളപ്പം എന്താണ് നിങ്ങൾ വാക്സിൻസ് എടുക്കുന്നുണ്ട്. പോളിയോ വാക്സിൻസ്, BCG വാക്സിൻസ്, അങ്ങനെ പല വാക്സിനേഷൻസ് നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അല്ലേ? ഈ റീസെൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞാൽ കുറച്ചും കൂടെ ഓർമ്മയുണ്ടാവും. ഏതാണത്? നമുക്ക് കൊറോണയൊക്കെ വന്നൊരു സമയമുണ്ട് അല്ലേ? സോ അതിൽ നമ്മൾ കൊറോണ വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വാക്സിനേഷനൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പലരും, ശരിയല്ലേ? സോ എന്താണ് ഈ വാക്സിനേഷൻ ആക്ച്വലി? നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഇമ്മ്യൂൺ സെല്ലുകളുണ്ട്, ലിംഫോസൈറ്റുകൾ പോലുള്ള സെല്ലുകളുണ്ട് അല്ലേ? ദെൻ അവരിലൂടെ നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള ഇമ്മ്യൂണിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ. വേറെ ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് വാക്സിനേഷൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്സിൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്ച്വലി മരുന്നൊന്നും അല്ലാതെ നമുക്ക് തരുന്നത്. ഈ വാക്സിൻ എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത് എന്താണത്? ആക്ച്വലി ഈ പാത്തജൻസിനെ തന്നെയാണ് നമുക്ക് തരുന്നത്. സോ ഈ പാത്തജൻസ് എയ്തർ അത് ലൈവ് അറ്റനുവേറ്റഡ് ആയിട്ടുള്ള പാത്തജൻസ് ആയിരിക്കാം. മീൻസ് എന്താണ്? ജീവനുള്ളതാണ് ബട്ട് അറ്റനുവേറ്റഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതിൻ്റെ ഡിസീസ് കോസ് ചെയ്യാനുള്ള കഴിവിനെ എന്താ പറയുക ഡിസ്ട്രോയ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ വാക്സിൻ്റെ ഫോമിൽ നമുക്ക് തരുന്നത്, ഓറലി അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലൂടെ. റൈറ്റ്? ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള പാത്തജൻസ്. ഹീറ്റ് കില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ പിന്നെ എന്താണ് ഡിസീസ് കോസ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കില്ല. എന്നിട്ട് നമ്മൾ വാക്സിൻ്റെ ഫോമിൽ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകൾ ഈ ബാക്ടീരിയയ്ക്ക് എതിരായിട്ടുള്ള ആൻറ്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? സോ ഈ ആൻറ്റിബോഡികൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ അങ്ങനെ തന്നെ അത് റിമെയിൻ ചെയ്യും. പിന്നെ ഒരവസരത്തിൽ ഇതേ തരത്തിലുള്ള ഏതെങ്കിലും ബാക്ടീരിയകൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ, നമ്മുടെ ബോഡിക്കകത്തേക്ക് എൻട്രി ചെയ്താൽ, ഓൾറെഡി ആൻറ്റിബോഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളല്ലേ വാക്സിനേഷനിലൂടെ. അപ്പോൾ ഈ ആൻറ്റിബോഡി ഇതിനെതിരായിട്ട് പ്രവർത്തിക്കും. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് എന്താണ് ആ പാത്തോജനെ അല്ലെങ്കിൽ ബാക്ടീരിയനെ അവരെ എന്ത് ചെയ്യുന്നു? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, വി ആർ റെസിസ്റ്റൻറ്റ്, ശരിയല്ലേ? സോ ആ ഒരു രീതിയിലാണ് വാക്സിൻസ് അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ഹൗ ഡസ് BCG വാക്സിനേഷൻ പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ്? ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ട്യൂബർകുലോസിസ് അല്ലേ, ഒരു ബാക്ടീരിയൽ ഡിസീസാണ് നമ്മൾ പറഞ്ഞു. സോ ഈ ബാക്ടീരിയൽ ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു വാക്സിനേഷനാണ് BCG വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. സോ എങ്ങനെയാണ് ഈ BCG വാക്സിൻ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, BCG വാക്സിൻസ് ആക്ട് ആസ് ആൻറ്റിജൻസ്. ആക്ച്വലി അത് ആൻറ്റിജൻ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ദാറ്റ് സ്റ്റിമുലേറ്റ് ദ ഡിഫെൻസ് മെക്കാനിസം ഓഫ് അവർ ബോഡി. ആൻറ്റിബോഡീസ് ആർ ഫോംഡ് ഇൻ ദി ബോഡി എഗെയിൻസ്റ്റ് ദം. അപ്പോൾ ഇതൊരു ആൻറ്റിജൻ ആണല്ലോ ഈ BCG വാക്സിൻ. അപ്പോൾ ഈ BCGക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും.
then these antibodies will retain in the body. നമ്മുടെ ശരീരത്തിൽ അത് അങ്ങനെ തന്നെ കിടക്കുവാണ്. which later on protect the body from the mycobacterium tuberculosis. വീണ്ടും ഈ ട്യൂബർക്കുലോസിസിൻ്റെ ബാക്ടീരിയ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഒരു 5-6 വർഷം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ആൻറ്റിബോഡി ഉണ്ട്. സോ അവരെന്ത് ചെയ്യുന്നു, ഇതിനെ ഓർത്തിരുന്ന് അറ്റാക്ക് ചെയ്യും അല്ലേ, മെമ്മറി ഉള്ളവരാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ദേ വിൽ ഈ കിൽ ദസ് മൈക്കോബാക്ടീരിയം അല്ലേ, അതിനെ കില്ല് ചെയ്ത് നമ്മളെ രക്ഷിക്കുകയാണ്, നമ്മുടെ ബോഡീനെ സർവൈവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. സോ വാക്സിൻസ് ആർ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യലി ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ്, കെമിക്കൽസ് ആണ് ഈ വാക്സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവർ ആക്ച്വലി ആരാണ്, പാത്തജൻസ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളുടെ ആദ്യത്തെ ആ ചാപ്റ്റേഴ്സ്, കീപ്പിംഗ് ഡിസീസസ് അവേസ് ആൻഡ് സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പോകുന്നത് ലാസ്റ്റ് വരുന്ന ജെനറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് അല്ലേ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ഓക്കെ. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തു നമ്മൾ തിരിച്ചു വരുന്നു. അപ്പം ആ 2 ചാപ്റ്റേഴ്സും
ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം ഒരു ലാസ്റ്റ് ടൈം റിവിഷൻ എന്നുള്ള രീതിയിൽ അല്ലേ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ പാർട്ടുകൾ ഒന്നും കൂടെയൊക്കെ നോക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടി നിങ്ങൾക്ക് അല്ലേ. ഇനി അടുത്ത 2 ചാപ്റ്റേഴ്സിലേക്ക് നമ്മൾ പോവാണ്. ഈ 2 ചാപ്റ്റേഴ്സും എന്താണ്, ജെനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ചാപ്റ്റേഴ്സ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ജെനറ്റിക്സ് നമുക്ക് ഒത്തിരി നിങ്ങൾ നേരത്തെ പഠിച്ച് പരിചയമുള്ള ഒരു ഫീൽഡല്ല അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഏത് പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം നാളെ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, 18th question ആണ്, നോക്കാം. The hybridization process of a tall round-seeded plant with a dwarf wrinkle-seeded plant is illustrated below. ഓക്കെ, ഇവിടെ ഒരു ക്രോസ് ആണ് കാണിച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട്. ഒരു ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയർ ആണ് കാണിച്ചേക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്യുന്നത് നോക്കിക്കേ. പാരൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പാരൻറ്റ് നോക്കാം, TTRR, ക്യാപിറ്റൽ TT ക്യാപിറ്റൽ RR എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ പാരൻറ്റ് നോക്കാം, സ്മോൾ TTRR ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 2 പാരൻസ് ആണ് ഇവിടെ ക്രോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈബ്രിഡൈസ് ചെയ്യുന്നത്, മേറ്റ് ചെയ്യുന്ന പാരൻസ്. അപ്പോൾ ഇതിലൊന്ന് ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ആരാണ്, ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പാരൻ്റ് ആണ്. ഇറ്റ് ഈസ് ടോൾ അല്ലേ, ടോളും അതുപോലെ തന്നെ റൗണ്ട് സീഡഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇവിടെ നമ്മുടെ ഗ്രിഗർ ജോഹാൻ മെൻഡലിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോണോ ഹൈബ്രിഡ് ക്രോസ് അതുപോലെ തന്നെ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോണോ ഹൈബ്രിഡ് അതുപോലെ തന്നെ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താണ് തമ്മിലുള്ള വ്യത്യാസം? 2 ടൈപ്പ് ഓഫ് ക്രോസിങ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഏതൊക്കെയാണ്? ഈ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ ആയിരിക്കും അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലാന്റിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോൾനെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും കൺസിഡർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒറ്റ ക്യാരക്ടർ ആണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. ഇനി വേറെ ചില കേസസിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ക്രോസിങ് നടത്തുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു പ്ലാന്റിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റും അതുപോലെ അതിൻ്റെ സീഡിൻ്റെ ഷേപ്പ് നോക്കുക വേണമെങ്കിൽ. റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിലുള്ള സീഡാണോ അല്ലെങ്കിൽ കുറച്ച് ചുളുങ്ങിയ ഷേപ്പാണോ അതിൻ്റെ സീഡിന് അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ സീഡിൻ്റെ കളർ വേണമെങ്കിൽ നോക്കാം, ഏത് കളറിലാണ്. പല കളറിലുള്ള സീഡ്സ് ഒക്കെ അവൈലബിൾ ആണ് അല്ലേ. സോ അങ്ങനെ നോക്കിയിട്ട് ഏതെങ്കിലും 2 ക്യാരക്ടേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് പറയുക അല്ലേ. മറ്റേത് മോണോ ഹൈബ്രിഡ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണോ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണോ പറയാമോ? യെസ്, ഇറ്റ് ഈസ് ആ ഡൈ ഹൈബ്രിഡ് ക്രോസ് അല്ലേ. കാരണം എന്താണ്, ഇവിടെ ടോൾനെസ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ അല്ലെ ഹൈറ്റ് എന്ന് പറയുന്നൊരു ക്യാരക്ടറും സീഡിൻ്റെ ഷേപ്പും റൗണ്ട് ആണോ റിങ്കിൾഡ് ആണോ എന്നുള്ള ആ ഒരു ക്യാരക്ടറും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലേ മെൻ്റൽ. അപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോ ഇതിനകത്ത് ഈ ഇല്ലസ്ട്രേഷൻ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ 2 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, മിസ്സിംഗ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിൽ ക്രോസിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടായേക്കുന്ന F1 ജനറേഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ് F1? ക്യാപിറ്റൽ T സ്മോൾ t ക്യാപിറ്റൽ R സ്മോൾ r എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കാം ക്വസ്റ്റ്യൻ എന്താണ്. ഐഡൻറ്റിഫൈ ആൻഡ് ഫിൽ ദിസ് 1 and 2. 2 ഫില്ല് ചെയ്യാനായിട്ടുള്ള 2 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് 1 ആണ്, ഇത് 2 ആണ് അല്ലേ. ഈ 2 പോയിന്റ്സ് ഫില്ല് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്? വാട്ട് വിൽ ഹാപ്പൻസ് അല്ലെങ്കിൽ വാട്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദീസ് പാരൻസ്. ഈ റൗണ്ടിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ക്ലാസ്സിൽ, ഇത് ഈ ഒരു പോർഷൻ പഠിച്ചപ്പോൾ ഗ്യാമീറ്റ്സ്, ഒരു പാരൻറ്റിൽ നിന്നും ഉണ്ടാവുന്ന ഗ്യാമീറ്റുകളെ നമ്മൾ എപ്പോഴും ഈ ഒരു സർക്കിളിനകത്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പം ഈ ഒരു പാരൻറ്റിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും കിട്ടുന്ന ഗ്യാമീറ്റ് അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്, ഈ 1ൻ്റെ പൊസിഷനിൽ അല്ലേ. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എത്ര ടൈപ്പ് ഓഫ് ഗ്യാമീറ്റ്സ് കിട്ടാം പോസിബിളായിട്ട്? ഏത്? ഒറ്റ സിംഗിൾ ടൈപ്പ് ഓഫ് ഗ്യാമീറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ശരിയല്ലേ? എന്തുകൊണ്ടാണ്? ഇതൊരു ഹോമോസൈഗസ് ആയിട്ടുള്ളൊരു പാരൻ്റ് ആണ് അല്ലേ. 2 ക്യാപിറ്റൽ TT ക്യാപിറ്റൽ RR ആണ്. അപ്പോൾ ഇതിൽ നിന്നും Tയും ക്യാപിറ്റൽ Rഉം ചേർന്നിട്ട് ഒരു ഗ്യാമീറ്റ്, ശരിയല്ലേ? ഇനി അടുത്ത പാരൻ്റ് റെസസീവ് ആയിട്ടുള്ളൊരു പാരൻ്റ് ആണ്. സോ അവിടെ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് സ്മോൾ t സ്മോൾ r എന്ന് പറയുന്ന ഒരു ഗ്യാമീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഈ 2 പൊസിഷൻസിലും നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ? അപ്പോൾ ഗ്യാമീറ്റ്സ് കിട്ടി. നോക്കാം, ഈ ഗ്യാമീറ്റ്സിനെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇതിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ് കിട്ടുക. അതായത് ക്യാപിറ്റൽ T വരും, സ്മോൾ t വരും, ക്യാപിറ്റൽ R വരും, സ്മോൾ r വരും, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, what may be the character that will appear in the plants produced as a result of the cell pollination of the ഫസ്റ്റ് ജനറേഷൻ. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ ആണ്. ഈ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിനെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സെൽഫ് പോളിനേഷൻ ചെയ്താൽ
നമുക്ക് കിട്ടുന്ന പോസിബിൾ റിസൾട്ട്സ് അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള പ്ലാൻസ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു പാരൻറ്റ് വിച്ച് വിൽ ബി ക്രോസ്ഡ് വിത്ത് ദ സെയിം ടൈപ്പ് ഓഫ് പാരൻറ്റ് അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വെച്ചിട്ട് ഇവർ രണ്ടുപേരുമാണ് പാരൻസ് ആയിട്ട് വരിക. ദെൻ നമുക്ക് ഇവരുടെ എന്തെഴുതണം? പോസിബിൾ ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് നമ്മൾ എഴുതണം. ഓക്കെ, അതെങ്ങനെ എഴുതുന്നത്? ഇവിടെ നമുക്ക് ഒറ്റ ടൈപ്പ് ഓഫ് ഗ്യാമീറ്റ് ആണോ കിട്ടുക? ശ്രദ്ധിച്ച് നോക്കിയിരിക്കും, നിങ്ങൾ ചെയ്ത് നോക്കിയാലാണ് കേട്ടോ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഒരേ ഒരു ടൈപ്പ് ഓഫ് ഗ്യാമീറ്റ് ആണോ ഇവിടെ നേരത്തെ പോലെ കിട്ടുന്നത്? നോ, 4 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ജീനുകൾ അലീൽസ്. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും പോസിബിളായിട്ട്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ ക്യാപിറ്റൽ ടി തന്നെ സ്മോൾ ആറായിട്ട് വരുന്നൊരു പോസിബിലിറ്റി ഉണ്ട്. സ്മോൾ ടി ക്യാപിറ്റൽ ആറായിട്ട് വരാം. ദെൻ സ്മോൾ ടി സ്മോൾ ആറുമായിട്ടും വരാം. സോ വിൽ ഗെറ്റ് 4 ഡിഫറെൻറ്റ് ഗ്യാമീറ്റ്സ് ഫ്രം എ സിംഗിൾ പാരൻറ്റ്. അപ്പോൾ ഒരു പാരൻറ്റിൽ നിന്ന് ഇതുപോലെ 4 ഗ്യാമീറ്റ്സ് കിട്ടുന്നു. അടുത്തതും സെയിം പാരൻറ്റ് തന്നെയാണല്ലോ, അപ്പം സെയിം ടൈപ്പ് ഓഫ് ഗ്യാമീറ്റ്സ് വീണ്ടും 4 കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടലി നമുക്ക് 8 ഗ്യാമീറ്റ്സ് കിട്ടി. ശരിയല്ലേ? ഇനി ഈ ഗ്യാമീറ്റ്സിനെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒറ്റ ലൈനിൽ കൊണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുക? കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വി വിൽ പ്ലോട്ട് എ പുന്നറ്റ് സ്ക്വയർ അല്ലേ? പുന്നറ്റ് സ്ക്വയർ നമ്മൾ വരച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. പുന്നറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്ക്വയർ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടിയ ഈ 4 ഗ്യാമീറ്റ്സ് ഉണ്ടല്ലോ, ഓക്കെ, ഇത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എടുത്തെഴുതിയിരിക്കുകയാണ്. ഈ ഗ്യാമീറ്റ്സിനെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്. ഈ ഗ്യാമീറ്റ്സിനെ ഓരോന്നും ആ ഓരോ എന്താ പറയുക കോളത്തിൻ്റെ മേളിലായിട്ടും സൈഡിലായിട്ടും നമ്മൾ പ്ലോട്ട് ചെയ്യുക. എന്താ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒന്നാമത്തെ ഗ്യാമീറ്റ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ ഈ 4 ഗ്യാമീറ്റ്സും പ്ലോട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് 4 കോളംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിനെ നമ്മൾ വീണ്ടും 4 താഴെ 4 റോസും കൊടുത്ത് നമ്മളിതിനെ ക്രോസ് ചെയ്യിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ക്രോസിങ്ങിൽ ഗ്യാമീറ്റ്സ് കിട്ടുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മുഴുവൻ തെറ്റിപ്പോകും. അപ്പോൾ ആദ്യം ഗ്യാമീറ്റ്സ് പ്രോപ്പറായിട്ട് എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് പുന്നറ്റ് സ്ക്വയർ വരച്ച് തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോകും, ഷുവറാണ്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പം ആദ്യത്തെ ഈ 2 ഗ്യാമീറ്റുകളുണ്ടല്ലോ, ഇവർ തമ്മിലാണ് ആദ്യം ക്രോസ് ചെയ്യേണ്ടത് കേട്ടോ. അതെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഇയാളുമായിട്ട് ക്രോസ് ചെയ്യുക, ഇയാളുമായി ക്രോസ് ചെയ്യുക. ദെൻ ആ ഫസ്റ്റത്തെ ഈ സൈഡിലുള്ള ഗ്യാമീറ്റും ലാസ്റ്റത്തെ ഈ ഗ്യാമീറ്റും തമ്മിൽ ക്രോസ് ചെയ്യാം. അപ്പോൾ ഒരു സെറ്റ് കിട്ടി. ദെൻ താഴോട്ട് വരുമ്പോൾ അടുത്ത ആളും ഈ മേലുള്ള ഫസ്റ്റത്തെ ആളും തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇയാളും തമ്മിലുള്ളൊരു ക്രോസിങ്, പിന്നെ ഇയാളും ക്രോസിങ്. ഇങ്ങനെയാണ് ക്രോസിങ് നമ്മൾ ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കുക, എന്നിട്ട് വേണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും ആൻസർ. അപ്പോൾ ഇതിൽ വന്നേക്കുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഓഫ്സ്പ്രിങ്സ് നമ്മളെ F2 ജനറേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്? ശ്രദ്ധിച്ച് നോക്കിക്കേ, നമ്പർ ഒന്ന് കൗണ്ട് ചെയ്തേ. യെസ്, ദാറ്റ് ഈസ് 16 ഓഫ്സ്പ്രിങ്സ് നമുക്ക് കിട്ടുന്നത്. അതായത് 16 പ്ലാന്റുകളെ നമുക്ക് അറ്റ് ലാസ്റ്റ് ഈ ക്രോസിങ്ങിലൂടെ സെൽഫ് പോളിനേഷനിലൂടെ കിട്ടുന്നുണ്ട് അല്ലേ? ഈ 16 പേരും ഒരുപോലെയുള്ള ആളുകളാണോ? ശ്രദ്ധിച്ച് നോക്കിക്കേ, അവരുടെ ജീനോടൈപ്പ് നോക്കുക. ജീനോടൈപ്പ് എന്ന് പറഞ്ഞതാണ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാലോ മോർഫോളജിക്കൽ അപ്പിയറൻസിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുക അല്ലേ? സോ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആയിട്ടുള്ളത് എത്ര പേരുണ്ട്? ജസ്റ്റ് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കുക. അങ്ങനെയുള്ള ആളുകൾ 9 എണ്ണം. ഓക്കെ, പിന്നെ അടുത്ത ഒരു ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ദെൻ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇങ്ങനെയുള്ളവർ എത്ര എണ്ണം ഉണ്ട്? ഒരു 3 പേരെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഇനി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിട്ടുള്ള എത്ര പേരുണ്ട് നോക്കുക. അങ്ങനെ നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഓരോ ജീനോടൈപ്പും എത്ര എണ്ണം ഉണ്ട് നമ്മൾ ലാസ്റ്റ് കൗണ്ട് ചെയ്യുക. ദെൻ ഇതിൻ്റെ ഫീനോടൈപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും. അതായത് നമുക്ക് ടോൾ റൗണ്ട് പ്ലാന്റുകൾ കിട്ടുന്നുണ്ട്. ഇവിടെ ടോൾ റൗണ്ട് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 9 ടോൾ റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ടോൾ എന്താ പറയുക റിങ്കിൾഡ് ആയിട്ടുള്ളതുണ്ട്. ടോളും റിങ്കിൾഡും ചേർന്നിട്ടുള്ള ടൈപ്പ് ഓഫ് മോർഫോളജി കിട്ടിയിട്ടുണ്ട്. ഒരു 3 എണ്ണം കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഡ്വാർഫ് റൗണ്ട് ആയിട്ടുള്ള പ്രോജനീസ് നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര എണ്ണം ഉണ്ട്? ഡ്വാർഫ് റൗണ്ടായിട്ട് 1 2 3 3 എണ്ണം. പിന്നെ വരുന്നത് ഡ്വാർഫ് റിങ്കിൾഡ്, നമ്മുടെ പാരൻറ്റിൻ്റെ ക്യാരക്ടർ അതായിട്ട് വരുന്ന എത്ര എണ്ണം ഉണ്ട്? ഡ്വാർഫ് റിങ്കിൾഡ്, ഇത് മാത്രമേ ഉള്ളൂ, ലാസ്റ്റ് വരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 3 3 1 16 എണ്ണം ആയല്ലോ അല്ലേ? സോ ഇവിടെ കിട്ടുന്ന ഓസ്പ്രിങ്സ് 9:3:3:1 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇത്രയും മോർഫോളജീസ് നമുക്കിവിടെ എക്സിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സെൽഫ് പോളിനേഷൻ നടന്നപ്പം.
ഓക്കെ അല്ലേ? സോ സെൽ പോളിനേഷൻ ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ്, അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതൊക്കെ ക്യാരക്ടർ എന്നാണ് ചോദിച്ചേക്കുന്നത്? സോ നിങ്ങൾ ഈ ക്രോസിങ് ചെയ്തിട്ട് ആൻസർ എടുത്ത് എഴുതുക. മോർഫോളജിക്കലി എത്ര സാധനങ്ങൾ വരുന്നുണ്ടെന്ന് എഴുതുകയും കൂടെ വേണം കേട്ടോ, എന്നാലാണത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കാം. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് സാധനമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. വാട്ട് ഡസ് ദി ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? എന്താണ് ഇത് കാണിച്ചേക്കുന്നത്? ഇവിടെ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു പെൻറ്റഗൺ കാണിച്ചിട്ടുണ്ട്, ദെൻ ഇവിടെ ഒരു സ്ക്വയർ AB എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. A ആണ് കേട്ടോ, AB. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് എ ന്യൂക്ലിയോടൈഡ്. എന്താണപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിക് ആസിഡിൻ്റെ ബേസിക് മോണോമർ യൂണിറ്റുകളാണ്. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എയ്തർ DNA ഓർ RNA അല്ലേ? DNAയും RNA ഒക്കെയാണ് നമ്മുടെ നേച്ചറിൽ കാണുന്ന ന്യൂക്ലിക് ആസിഡുകൾ. അപ്പോൾ ഈ ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് വേണം. അതാണ് ആക്ച്വലി എന്താ ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ കമ്പോസിഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചാപ്റ്റർ പഠിച്ചപ്പോൾ. ഏതൊക്കെയാണ് അതിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്? ഒരു ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒരു പെൻറ്റോസ് ഷുഗർ, നമ്മളിവിടെ ഈ പെൻറ്റഗൺ വരച്ചേക്കുന്നുണ്ടല്ലോ, അതെന്ന് പറയുന്നത് എന്താണ്? ഒരു പെൻറ്റോസ് ഷുഗറാണ്. P എന്ന് എഴുതാം, പെൻറ്റോസ് ഷുഗർ. ഓക്കെ, അതായത് 5 കാർബൺ ഉള്ള ഒരു ഷുഗർ. അപ്പോൾ അത് DNA-യിലാവുമ്പോൾ അതെന്താ? ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരിക്കും. RNA-യിലാണെങ്കിൽ റൈബോസ് ഷുഗർ ആയിരിക്കും. പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ? പിന്നെ അതിന്മേൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു നൈട്രജൻ ബേസ് കാണാൻ പറ്റും അല്ലേ? നമ്മൾ പഠിച്ചു 5 ഡിഫറെൻറ്റ് നൈട്രജൻ ബേസുകളാണ് എക്സിസ്റ്റഡ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ അല്ലേ? ഈ യുറാസിൽ RNA-യിൽ മാത്രമേ ഉള്ളൂ, ബാക്കി 4 എണ്ണവും DNA-യിലും RNA-യിലും നമുക്ക് കാണാൻ പറ്റും. തൈമിൻ RNA-യിലില്ല, അതിന് പകരമാണ് യുറാസിൽ RNA-യിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നൈട്രജൻ ബേസുകൾ. ഇനി ഈ പെൻറ്റോസ് ഷുഗറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ റൗണ്ട് സ്ട്രക്ചർ എന്താണ്? ഇറ്റ്സ് ആക്ച്വലി എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഈ പെൻറ്റോസ് ഷുഗറും ഒരു നൈട്രജൻ ബേസും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ചേർന്നാൽ മാത്രമാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് എ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പല പല ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? DNA അല്ലെങ്കിൽ RNA പോലെയുള്ള ന്യൂക്ലിക് ആസിഡുകൾ. ഇറ്റ്സ് എ പോളി ന്യൂക്ലിയോടൈഡ് എന്നാണ് നമ്മൾ പറയുക അല്ലേ ഉണ്ടാവുന്നത്. സോ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ന്യൂക്ലിയോടൈഡിനെയാണ്. വാട്ട് ഡു A ആൻഡ് B ഇൻഡിക്കേറ്റ്? A എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? ഇറ്റ്സ് എ പെൻറ്റോസ് ഷുഗർ അല്ലേ? B എന്ന് പറയുന്നതോ? ഇറ്റ്സ് എ നൈട്രജൻ ബേസ്. ദെൻ നെയിം ദ ടൈപ്പ് ഓഫ് B. അതായത് ഈ ബിയുടെ ടൈപ്പാണ് വിച്ച് ഇസ് ഫൗണ്ട് ഓൺലി ഇൻ DNA മോളിക്യൂൾസ്. DNA മോളിക്യൂളിൽ മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് പറയാലോ? ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. യെസ്, ദാറ്റ് ഈസ് വാട്ട്? തൈമിൻ. അത് RNA-യിലുണ്ടോ? ഇല്ല, RNA-യിൽ തൈമിന് പകരം എന്താണ്? യുറാസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ ഓഫ് എ ന്യൂക്ലിയോടൈഡ്. പെൻറ്റോസ് ഷുഗർ ആണ് A, B എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് ആണ്. തൈമിനാണ് DNA-യിൽ മാത്രം ഉള്ളത് അല്ലേ? RNA-യിൽ ഇല്ലാത്തതാണ്. അതിന് പകരമാണ് RNA-യിൽ യുറാസിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ക്ലിയർ? ബൈ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നൊരു പോയിന്റ്, ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് അല്ലേ? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ഇസ് എൻ ഇല്ലസ്ട്രേഷൻ ഷോയിങ് ഹൗ സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ മെൻ. പുരുഷന്മാരിൽ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ഇല്ലസ്ട്രേഷനാണ്. നോക്കാം. അതിനകത്ത് 22+X, 22+Y, എഗെയിൻ 22+X, 22+X എന്നൊക്കെ കൊടുത്തിട്ട് ക്രോസിംഗ് ഒക്കെ കാണിച്ചിട്ട് ഓരോ ബോക്സുകളും കൊടുത്തിട്ടുണ്ട്. 4 പോസിബിൾ ഔട്ട്കംസും കൊടുത്തിട്ടുണ്ട് അല്ലേ? സോ ഇതിനകത്ത് എന്താണ് ഈ 22+X-ഉം Y ഒക്കെ കൊടുത്തിരിക്കുന്നത്? എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ നമ്മുടെ ടോട്ടൽ ക്രോമസോംസിൻ്റെ നമ്പർ എത്രയാണ്? യെസ്, ദാറ്റ് ഈസ് 46 ക്രോമസോംസ് ആണ് അല്ലേ? അതായത് നമുക്ക് 23 പെയർസ് ഓഫ് ക്രോമസോംസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ശരിയല്ലേ? അപ്പോൾ ഈ 23 പെയർ ഓഫ് ക്രോമസോമിൽ അതിലും വേറെ ഡിഫറൻസിയേഷൻ ഉണ്ട്. 2 ടൈപ്പ് എന്താ പറയുക ക്രോമസോമുകളുണ്ട് നമുക്ക്. ഏതൊക്കെയാണെന്ന് ഓർക്കണ്ടോ? ഈ 23 പെയറിനകത്ത് 2 എണ്ണം ഉണ്ട്, 2 ടൈപ്പ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. ഏതൊക്കെയാണ്? യെസ്, ഓട്ടോസോംസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, പ്ലസ് അല്ലോസോംസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓട്ടോസോം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സൊമാറ്റിക് ക്രോമസോം. അതായത് നമ്മുടെ ബോഡിയിൽ ഡിവിഷനിലോ അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലോ ഒന്നും ടേക്ക് പാർട്ട് ചെയ്യാത്ത കുറേ ഗ്രൂപ്പ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. നോർമൽ ഗ്രോത്തിന് വേണ്ടി മാത്രം സഹായിക്കുന്നവർ, അവരെയാണ് നമ്മൾ ഓട്ടോസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്ന ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ അല്ലോസോംസ് ആണ്.
ദേ ആർ അതർവൈസ് കോൾഡ് ആസ് സെക്സ് ക്രോമസോംസ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, എന്താണിത്? സെക്സ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ സെക്സ്, അതായത് ഫെർട്ടിലൈസേഷൻ, രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഓസ്പ്രിങ്സ് ഉണ്ടാവുന്ന സമയത്ത്, ഒരു ഓർഗാൻസ്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടി പെണ്ണാണോ ആണാണോ എന്നൊക്കെ നിശ്ചയിച്ച് വരുന്നത് ഈ പറയുന്ന സെക്സ് ക്രോമസോംസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം പുരുഷന്മാരിലും സെക്സ് ക്രോമസോംസ് ഉണ്ട്, സ്ത്രീകളിലും ഉണ്ട്. പുരുഷന്മാരിലുള്ള സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്ന 2 ടൈപ്പാണ്, എക്സും വൈയും ആണ്. ബട്ട് ഫീമെയിൽസിൽ, സ്ത്രീകളിൽ 2 സെക്സ് ക്രോമസോംസ് ഉണ്ട്, പക്ഷെ രണ്ടും ഒരേ ടൈപ്പാണ്, എക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പം സ്ത്രീകളിലെ എക്സ് എന്ന് പറയുന്ന 2 സെറ്റ് സെക്സ് ക്രോമസോംസ് ആണ്. പുരുഷന്മാരിലെ XY എന്ന് പറയുന്നത് എന്താണ്? ഒരു പെയർ ഓഫ് സെക്സ് ക്രോമസോം അല്ലെങ്കിൽ അല്ലോസോം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 23 പെയേഴ്സിൽ ഇവിടെ കുറച്ച് 22+X എന്നാണ് കാണിച്ചിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇതിൽ ഈ ക്രോമസോമ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഗാമീറ്റ്സ് ആയിട്ട് മാറുമല്ലോ. ഗാമീറ്റ്സ് ആയിട്ട് മാറുമ്പോൾ ടോട്ടൽ നമ്പറിൻ്റെ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യണം. എന്നാലാണല്ലോ ഹാഫും ചേർന്ന്, അതായത് മെയിൽസിൻ്റെ സ്പേം ഹാപ്ലോയിഡ് ആയിരിക്കും, ഫീമെയിൽസിൻ്റെ ഓവും ഹാപ്ലോയിഡ് ആയിരിക്കും. ഈ ഹാപ്ലോയിഡ് രണ്ടും കൂടെ ചേർന്ന്, ഹാഫ് സെറ്റുകൾ തമ്മിൽ ചേർന്നിട്ടാണ് ഒരു ഫുൾ സെറ്റ് ഓഫ് ക്രോമസോം, അതായത് നമ്മളെപ്പോലെ 46 ക്രോമസോം ഉള്ള ഒരു കുട്ടിയായിട്ട് മാറുന്നത്, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ഹാഫ് സെറ്റാണ് ഇവിടെ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 23 പെയേഴ്സിൽ 22 ഓട്ടോസോംസ് ആണ് ഉണ്ടാവുക. അതായത് 23 പെയറിൽ 22 പെയേഴ്സും എന്താണ്? സൊമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോസോംസ് ആണ്. പ്ലസ് ഒരു പെയർ ഓഫ് സെക്സ് ക്രോമസോം ആണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ XX ആയിരിക്കും ഫീമെയിൽസിലാണെങ്കിൽ, മെയിൽസിലാണെങ്കിലോ ഈ പറയുന്ന 22 ഓട്ടോസോംസ് പ്ലസ് XY ആയിരിക്കും ഫോം ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഗാമീറ്റ്സ് ആണ് ആക്ച്വലി ഇവിടെ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞേക്കുന്നത് 22+X എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് 22 ഓട്ടോസോംസും ഒരു സെക്സ് ക്രോമസോമാണ് X എന്ന് പറയുന്ന ഒരു ക്രോമസോം അല്ലേ. പിന്നെ അടുത്തത് 22 ഓട്ടോസോംസ് പ്ലസ് Y എന്ന് പറയുന്നൊരു സെക്സ് ക്രോമസോം. ഇവിടെ 22 ഓട്ടോസോംസ് പ്ലസ് X, 22 ഓട്ടോസോംസ് പ്ലസ് X. അപ്പോൾ ഇവർ തമ്മിലുള്ള ക്രോസിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇത് രണ്ടും തമ്മിലുള്ള ക്രോസിംഗ് ആണ്. നോക്കുക, 22+X, അതിനെ നമ്മൾ 22+Xുമായിട്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര എണ്ണം കിട്ടും? ഈ 2 ഹാഫ് സെറ്റാണ്, അത് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്തായിരിക്കും? 44 ഓട്ടോസോംസ് പ്ലസ് Xും ആണ് അല്ലേ, XX എന്ന് കിട്ടും. ശരിയാണോ? ക്രോസിങ് കറക്റ്റ് ആയില്ലേ? ഇനി അടുത്ത നോക്കാം. ഈ 22+Xും ഇവിടെയുള്ള 22+Xും കൂടെ ചേർന്നിട്ട് എന്ത് കിട്ടും? എഗെയിൻ 44+XX എന്ന് കിട്ടും, റൈറ്റ്? ഇനി അടുത്ത സെറ്റ് നോക്കാം, 22+Y അല്ലേ. പുരുഷന്മാരിലുള്ളൊരു സെക്സ് ക്രോമസോമാണ് Y. അപ്പോൾ 22+Yയും 22+Xുമായിട്ട് ക്രോസ് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? 44 ഓട്ടോസോംസ് പ്ലസ് Xും Yയും ഉണ്ട്, ശ്രദ്ധിക്കുക, XY എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് നോക്കുക, 22+Yയും 22+Xും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് 44 ഓട്ടോസോംസ് പ്ലസ് XY എന്ന് കിട്ടി, ശരിയല്ലേ? അപ്പം 2 എണ്ണം XXും 2 എണ്ണം XYയും ആയിട്ടാണ് നമുക്ക് കിട്ടിയത്, ശരിയാണോ? അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, XX വന്നാൽ അത് ഫീമെയിലും XY വന്നാൽ അത് മെയിലും ആണ് എന്ന് പറഞ്ഞു, ശരിയല്ലേ? സോ ക്വസ്റ്റ്യൻസ് ഇതാണ്. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് എക്സാമിൻ ദി 4 ടൈപ്സ് ഓഫ് പോസിബിൾ ഓസ്പ്രിങ്സ്, സ്പെസിഫൈ ദെയർ സെക്സ് ക്രോമസോംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു ഏതൊക്കെയാണെന്നുള്ളത്. ഈ ഔട്ട്കംസ് ഇതൊക്കെയാണ് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും അത് രണ്ടും എന്താണ്? ഫീമെയിൽ ചിൽഡ്രൻ ആണ്. കാരണം അതിൽ രണ്ടിലും XX ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ ഫീമെയിൽ ഗേൾ അല്ലേ, ഗേൾ ആണെന്ന് പറയാം. മൂന്നാമത്തതിലും നാലാമത്തതിലും നമ്മൾ കണ്ടു XY ആണ് വന്നേക്കുന്നത്. സോ ഇറ്റ് മേ ബി അല്ലേ 2 ആൺകുട്ടികളായിരിക്കും, ബോയ്സിലാണ് അവിടെ ചാൻസ് കൂടുതൽ. ക്ലിയർ അല്ലേ? അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇൻഫറൻസസ് യു അറൈവ് അറ്റ് ഫ്രം ദിസ് ഇല്ലസ്ട്രേഷൻ? ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ദി സെക്സ് ക്രോമസോം ഓഫ് എ മെയിൽ ഡിറ്റർമിൻ ദി സെക്സ് ഓഫ് എ ചൈൽഡ്. അതായത് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? മെയിൽസ് ആണ് അല്ലേ. അവരുടെ സെക്സ് ക്രോമസോം X ആണെങ്കിൽ കുട്ടി ഗേളും, അവർ മെയിൽസിൽ നിന്ന് വരുന്ന സെക്സ് ക്രോമസോം Y ആണെങ്കിൽ കുട്ടി ആൺകുട്ടിയുമായിട്ടായിരിക്കും വരാം. അപ്പം മെയിൽസ് ആണ് ആക്ച്വലി സെക്സ് ഡിറ്റർമിനേഷൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അവരുടെ സെക്സ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ചിൽഡ്രൻ, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ആണല്ലോ നമുക്ക് കിട്ടിയത് ക്രോസിങ്ങിലൂടെ. അപ്പം പെൺകുട്ടികൾ ഉണ്ടാവാനും ആൺകുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്? തുല്യമാണ്, ഈക്വൽ പ്രോബബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഈക്വൽ ചാൻസസ് ആണ് അവിടെ കാണുന്നത്.
ഇനി വാട്ട് ഇസ് ദ പ്രോബബിൾ റേഷ്യോ ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ചിൽഡ്രൻ ഇൻ മെൻ? അല്ലെ, ആണുങ്ങളിൽ അല്ലെങ്കിൽ പുരുഷന്മാരിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ചിൽഡ്രൻസിൻ്റെ ഫോർമേഷന് പ്രോബബിൾ ആയിട്ടുള്ള റേഷ്യോ തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 1:1 ആണ് പ്രോബബിൾ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്ത് പറയാം, വിച്ച് ആർ ദി സെക്സ് ഡിറ്റർമിനിങ് ക്രോമസോംസ് ഇൻ മെൻ? പുരുഷന്മാരിലെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോംസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? യെസ്, എക്സും അതുപോലെ തന്നെ വൈയും, രണ്ടും അല്ലോസോംസ് അല്ലെങ്കിൽ സെക്സ് ക്രോമസോംസ് ആണ്. ശരിയല്ലേ? XY ആണ് മെയിൽസിൽ, ഫീമെയിൽസിലാണെങ്കിലോ XX. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഈ ക്രോസിംഗ് ഒന്നും കൺഫ്യൂഷൻ ആവരുത്, നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Within wrote the following as situations that create variations in organisms. ഓർഗാനിസംസിൽ വേരിയേഷൻസ്, ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ട് 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് കറക്റ്റ് ആയത് നിങ്ങൾ ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വേരിയേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് മ്യൂട്ടേഷൻസ്, ഫോർമേഷൻ ഓഫ് mRNA, ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ്, ആക്ഷൻ ഓഫ് rRNA. ഇതിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണ് വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? നോക്കാം. മ്യൂട്ടേഷൻസ്. എന്താണ് മ്യൂട്ടേഷൻസ്? നിങ്ങൾ പഠിച്ചു. സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദി ജീനോം ഓഫ് എൻ ഓർഗാനിസം. ഇപ്പോൾ ഒരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പെട്ടെന്ന് സഡൻ ആയിട്ടുണ്ടാകുന്ന ജനറ്റിക് ചേഞ്ചസ് അല്ലേ, മ്യൂട്ടേഷൻ, അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മ്യൂട്ടേഷൻസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഓർഗാനിസത്തിൽ ചേഞ്ചസ് ഉണ്ടാവും. അതിൻ്റെ അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് ഈ ചേഞ്ചോട് കൂടിയായിരിക്കും അടുത്ത തലമുറ വരിക. അപ്പോൾ അവരിൽ ഈ പറയുന്ന ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ വേരിയേഷന് ഒരു കാരണമാണ് ആക്ച്വലി മ്യൂട്ടേഷൻ. ശരിയാണ്. ഫോർമേഷൻ ഓഫ് mRNA. mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA. അത് ഫോം ചെയ്യുന്ന എവിടെ നിന്നാണ്? DNA-യിലുള്ള ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ mRNA ഫോം ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. DNA-യിലുള്ള ഇൻഫർമേഷൻസ് അതുപോലെ തന്നെയാണ് mRNA-യിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ ഇല്ല. അപ്പോൾ അതെന്ന് പറയുന്നത് വേരിയേഷന് കാരണമാവുന്നില്ല. ഇനി ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ്, ഇവിടെ കാണിച്ചേക്കുന്നത് തന്നെയാണ് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ്. എന്താണത് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ? അതായത് ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ തന്നെയാണ്. ഇത് ശ്രദ്ധിക്കാം. ഇതിനകത്ത് എന്താണ്? 2 ഹോമോലോഗസ് ക്രോമസോമുകൾ വന്ന് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ നോൺ സിസ്റ്റർ ആയിട്ടുള്ള 2 ക്രൊമാറ്റിഡ്സ്, ഈ താഴെയുള്ള 2 ക്രൊമാറ്റിഡ്സ് കാണുന്നുണ്ടല്ലോ, ഈ ക്രൊമാറ്റിഡ്സിൻ്റെ ചില സെഗ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. ഒരു ക്രോസിംഗ് അവിടെ നടക്കുകയാണ്. അപ്പം ഈ പറയുന്ന ഗ്രീൻ ക്രോമസോമിൻ്റെ ഒരു ഭാഗം ആ യെല്ലോ ക്രോമസോമിലും, യെല്ലോ ക്രോമസോമിൻ്റെ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് ഗ്രീൻ ക്രോമസോമിലും വരും. ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന പോലെ വരും. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് അല്ലേ. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ചേഞ്ച് അല്ലേ ആക്ച്വലി. ഇതാണ് പാരൻ്റ്, അതിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഉണ്ടായേക്കുന്ന ക്രോമസോംസ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു വേരിയേഷന് കാരണമാണ് ആക്ച്വലി. അപ്പം ക്രോസിംഗ് ഓവർ വേരിയേഷന് കാരണമാവുന്നുണ്ട്. ഇനി ആക്ഷൻ ഓഫ് rRNA. rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNA. റൈബോസോമൽ RNA എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് സഹായിക്കുന്നത്. അതുവഴി എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ നമ്മുടെ ശരീരത്തിൽ? നോ. അപ്പോൾ ഏതൊക്കെ പറയാം? 1ഉം 3ഉം ആണ് വേരിയേഷൻസ് ഉണ്ടാക്കാൻ കാരണമാവുന്നത്. നോക്കിക്കേ, 1 and 2. ദെൻ അടുത്ത സെഷൻ ദി എബവ് ഗിവൺ ഇല്ലസ്ട്രേഷൻ, അതായത് ഈ ഒരു ഇല്ലസ്ട്രേഷൻ കണ്ടല്ലോ നിങ്ങൾ അല്ലേ, ദാറ്റ് ബ്രിങ്സ് എബൌട്ട് വേരിയേഷൻസ് ഇൻ ഓസ്പ്രിങ്സ്. ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വേരിയേഷൻസ്. എങ്ങനെയാണ്? ഈ പറയുന്ന ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞ ഫിനോമിനനാണ് ആ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്നത് അല്ലേ. അപ്പം ക്രോസിംഗ് ഓവർ എങ്ങനെയാണ് വേരിയേഷന് കാരണമാവുന്നത് എന്നാണ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രോസിംഗ് ഓവർ. എങ്ങനെയാണ് കാരണമാവുന്നത്? ക്രോസ് ഓവർ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഹോമോലോഗസ് ക്രോമസോം അതിന് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിൻ്റെ പാർട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ആക്ച്വലി. സോ ദ പാർട്ട് ഓഫ് ദ DNA ക്രോസസ് ഓവർ ടു ബിക്കം ദ പാർട്ട് ഓഫ് അനദർ DNA. ഒരു DNAയുടെ ഭാഗം വേറൊരു DNAയുടെ ഭാഗമായിട്ട് ക്രോസ് ചെയ്യണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു സെഗ്മെൻറ്റ്സ്. ആൻഡ് ദിസ് കോസസ് ഡിഫറൻസസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജീൻസ്. അപ്പം ആദ്യം ഉണ്ടായിരുന്ന ഒരു ക്രോമസോമിൻ്റെ ജീൻ സീക്വൻസ് ആയിരിക്കില്ല രണ്ടാമതുണ്ടാവുന്ന ക്രോമസോമിൽ അല്ലേ. പരസ്പരം സെഗ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ. ശരിയല്ലേ? റൈറ്റ്. സോ വെൻ ദീസ് ക്രോമസോംസ് ആർ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ജനറേഷൻ, ഇതുപോലെ തന്നെ അടുത്ത ജനറേഷനിലേക്കും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ദെൻ എന്താണ്? നമുക്ക് അവിടെ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വി ക്യാൻ എക്സ്പെക്റ്റ് അല്ലേ. പുതിയ ഒരു ജീവിയെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പാരൻസിൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെയല്ലല്ലോ നമ്മൾ കുട്ടികൾക്ക് വരുന്നത് അല്ലേ. അതെന്താണ്? ആ ചേഞ്ചസിന് കാരണം എന്താണ്? ഡ്യൂ ടു ദിസ് ക്രോസിംഗ് ഓവർ ഇൻ അവർ സെൽസ്. ക്ലിയർ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദി ഗിവൺ ജനറ്റിക് മേക്കപ്പ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഒരു ജനറ്റിക് മേക്കപ്പ് കൊടുത്തിട്ടുണ്ട്. 44 + XX എന്നാണ് കൊടുത്തേക്കുന്നത്. നോക്കാം. ഗിവ് ദി നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് ഹിയർ. ഇവിടെ സൊമാറ്റിക് ക്രോമസോംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓട്ടോസോംസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ സൊമാറ്റിക് ക്രോമസോം.
അപ്പോൾ ഈ സൊമാറ്റിക് ക്രോമസോമിൻ്റെ നമ്പർ ഈ ഇല്ലസ്ട്രേഷൻ നമുക്ക് എടുത്തെഴുതാൻ പറ്റും. എത്രയാണ്? യെസ്, ദാറ്റ് ഈസ് 44 അല്ലേ. പ്ലസ് XX എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദി ഇൻഡിവിജ്വൽ വിത്ത് ദിസ് ജനറ്റിക് മേക്കപ്പ് മെയിൽ ഓർ ഫീമെയിൽ വൈ? ഈ ജനറ്റിക് മേക്കപ്പ് ഉള്ള ഇവിടുത്തെ ഇൻഡിവിജ്വൽ മെയിലാണോ ഫീമെയിൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിൻ്റെ സെക്സ് ക്രോമസോം നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും, ശരിയല്ലേ? യെസ്, അതായത് ഇവിടെ XX ആണ് കാണിച്ചിരിക്കുന്നത്. XX വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ഫീമെയിൽ ഓർഗാനിസം അല്ലേ. XY വന്നാലാണ് അത് മെയിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 44 + XX എന്ന് പറയുമ്പോൾ എന്താണ്, അത് പോസിബിളി ഫീമെയിൽ ആയിട്ടുള്ളൊരു ഓർഗാനിസം ആയിരിക്കും. സെക്സ് ക്രോമസോം വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. 44 ഫീമെയിൽ അല്ലേ. യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇത് എന്തിനെക്കുറിച്ചാണ് കാണിച്ചേക്കുന്നത്? ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദി പ്രോസസ് ഇല്ലസ്ട്രേറ്റഡ് ഹിയർ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് നോക്കിക്കേ. എന്തിനെ കുറിച്ചിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്? യെസ്, നിങ്ങൾ പഠിച്ചതാണ്. വാട്ട് ഇസ് ദാറ്റ്? ആക്ഷൻ ഓഫ് ജീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കിൻ്റെ താഴെ നിങ്ങൾ ഈ ഒരു ഫിഗർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആക്ഷൻ ഓഫ് ജീൻസ്. അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ്സ് ആക്ച്വലി ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രോട്ടീൻ സിന്തസിസ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ദാ ഇവിടെ DNA കാണിച്ചിട്ടുണ്ടല്ലേ. സോ ദിസ് ഇസ് ദി DNA. നമ്മുടെ സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള DNA ആണ്. DNAയിൽ നിന്നും ന്യൂക്ലിയസിനകത്ത് വെച്ച് എന്താ ഉണ്ടാകുന്നത്? a single stranded RNA is being formed അല്ലേ. ഈ RNA അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്തുനിന്നും പുറത്തേക്ക് എൻട്രി ചെയ്യുകയാണ്. അപ്പോൾ ഇത് സൈറ്റോപ്ലാസത്തിലെത്തി. ഇത് സൈറ്റോപ്ലാസമാണ്. സൈറ്റോപ്ലാസിലേക്ക് എത്തിയതിന് ശേഷം ദിസ് ഇസ് റൈബോസോം. നിങ്ങൾക്കറിയാം ഈ റൈബോസോമുമായിട്ട് നമ്മളുടെ mRNA കമ്പൈൻ ചെയ്യുകയാണ്. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? ഇവിടെ അമിനോ ആസിഡുകൾ കാണിച്ചിട്ടുണ്ട്. റൈബോസ് tRNAs അമിനോ ആസിഡ്സ് കൊണ്ട് കൊടുത്ത് അതിനെ ഇങ്ങനെ ഒരു മുത്ത് പോലെ ഇങ്ങനെ കോർത്ത് വലിയൊരു ചെയിൻ ഉണ്ടാക്കുകയാണ്. ആ ചെയിനാണ് ഈ കാണിച്ചേക്കുന്നത്. എന്ത് ചെയിനായത്? ഇറ്റ്സ് ആക്ച്വലി എ പ്രോട്ടീൻ ചെയിൻ അല്ലേ. പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ അവിടെ ഫോം ചെയ്യണം. അപ്പം പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഒരു ചാർട്ടാണ് ഈ പിക്ചറിലൂടെ നമ്മൾ കാണുന്നത്, ശരിയല്ലേ? സോ ഏതാണ് പ്രോസസ്സ്? ഈ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? പ്രോട്ടീൻ സിന്തസിസ് എന്നല്ലെങ്കിൽ ജീൻ ആക്ഷൻ എന്നോ പറയാം കേട്ടോ. പ്രോട്ടീൻ സിന്തസിസ്. ദെൻ വാട്ട് ഡു എക്സ് ആൻഡ് വൈ ഇൻഡിക്കേറ്റ്? ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് എന്ന് കാണിച്ചിരിക്കുന്നുണ്ട് അല്ലേ. ഈ പാർട്ട് ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് mRNA. ദെൻ വൈ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോട്ടീൻ. ക്ലിയർ ആണോ? ഇത് പ്രോട്ടീനാണ്. ഫൈൻ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ദെൻ വാട്ട് ഇസ് ദി റോൾ ഓഫ് ട്രാൻസ്ഫർ RNA ഇൻ ദിസ് പ്രോസസ്സ്? ഈ പ്രോസസ്സിൽ tRNA എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ RNA ആണ് അല്ലേ. സോ ഈ tRNAയുടെ റോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ tRNA ചെയ്യുന്നത്? ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞു. tRNA ഇവിടെ അമിനോ ആസിഡുകൾ കാണുന്നുണ്ടല്ലോ. ഈ അമിനോ ആസിഡുകളെ നമ്മുടെ ഈ റൈബോസോമിൻ്റെ സൈറ്റുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരാണ്? tRNA ആണ്, ട്രാൻസ്ഫർ RNA ആണ്. അതുവഴിയാണ് ഈ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ പ്രോട്ടീൻ ചെയിനിനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? tRNAയുടെ റോൾ എന്താണ്? അമിനോ ആസിഡ്സിനെ കൊണ്ടെത്തിച്ച് ആ സൈറ്റിലേക്ക് പ്രോട്ടീൻ സിന്തസിസിനെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോ ജീൻ ആക്ഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്നുള്ള കാര്യം വന്നു. ദെൻ എക്സ് ഇൻഡിക്കേറ്റ്സ് mRNA, അതുപോലെ വൈ ഇൻഡിക്കേറ്റ്സ് പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ദെൻ tRNA ബ്രിങ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ടു റൈബോസോംസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അമിനോ ആസിഡ്സ് ആർ ദി മോണോമർ യൂണിറ്റ്സ് ഓഫ് ദി പ്രോട്ടീൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അമിനോ ആസിഡ്സിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേജസ് ഇൻ ദി പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആർ ഗിവൺ ബിലോ. ഇവിടെ പ്രോട്ടീൻ സിന്തസിസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു ചാർട്ട് വെച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലേ. സോ ഈ പ്രോട്ടീൻ സിന്തസിസിൻ്റെ സ്റ്റേജസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഓർഡറിലല്ല. അപ്പോൾ അതിൻ്റെ സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മൾ അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം, ഇത് വായിക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്നുള്ളത്. എന്തായിരിക്കും? ആദ്യം DNA-യിലുള്ള ഇൻഫർമേഷൻസിനെ mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. mRNA ഫോംസ് ഫ്രം DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുക. mRNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അത് ന്യൂക്ലിയസിനകത്താണല്ലോ ഫോം ചെയ്യുന്നത്. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടു അല്ലേ. ആ ന്യൂക്ലിയസിനകത്തുള്ള mRNA-നെ നമുക്ക് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം? സൈറ്റോപ്ലാസ്റ്റിലാണ് റൈബോസോം ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യിക്കണം അല്ലേ. സോ ദാറ്റ് ഇസ് ദി സെക്കൻഡ് സ്റ്റെപ്പ്. സോ എന്താണത്? mRNA വിൽ റീച്ചസ് ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. mRNA ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്.
സൈറ്റോപ്ലാസിലേക്ക് വരിക. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്താണ്, സൈറ്റോപ്ലാസിൽ റൈബോസോമിനെ തപ്പിയെടുക്കണം അല്ലേ. സോ ദാറ്റ് ഇസ് ദി തേർഡ് സ്റ്റെപ്പ്. mRNA വിൽ റീച്ചസ് ദി റൈബോസോം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. റൈബോസോമുമായിട്ട് കണ്ടുമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ്? tRNA will brings different amino acids to the ribosome. tRNA ട്രാൻസ്ഫർ RNA ആണല്ലോ. സോ അവരെന്ത് ചെയ്യണം? അമിനോ ആസിഡുകളെ കളക്ട് ചെയ്ത് റൈബോസോമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പാണ് അമിനോ ആസിഡ്സ് ദേ വിൽ ബി ആഡഡ് ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻസ് ഓൺ ദ mRNAയുടെ സീക്വൻസിലുള്ള ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്ത് ഈ അമിനോ ആസിഡ്സിനെ ഇങ്ങനെ മുത്തു കൊരുക്കുന്നത് പോലെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ കൊരുത്ത് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ലോങ് ചെയിൻ കിട്ടും അല്ലേ. അതെന്താണ്? യെസ്, ദാറ്റ് ഇസ് ദി പ്രോട്ടീൻ മോളിക്യൂൾ. അപ്പോൾ ഇതാണ് ആക്ച്വലി പ്രോട്ടീൻ സിന്തസിസിൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാ സ്റ്റെപ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഓർഡർ വായിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഇപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരോഗ്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു ഫ്രം ദി mRNA ഫോംഡ് ഫ്രം ദി RNA. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദോസ് ഗിവൺ ബിലോ. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, 1 2 3 4. ഇതിനകത്ത് ചിലതിൽ തെറ്റുകളുണ്ട്. അപ്പം റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, പ്രത്യേകം റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കാം. നോക്കാം, നമുക്ക് വായിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ജീൻ മാപ്പിംഗ് ആസ് എ ടെക്നോളജി ദാറ്റ് ഐഡൻറ്റിഫൈസ് ദി ലൊക്കേഷൻ ഓഫ് എ ജീൻ ഇൻ ദി DNA. അതായത് DNA-യിലുള്ള ഒരു ജീനിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ശരിയാണോ? ജീൻ മാപ്പിംഗ് നിങ്ങൾ ജെനറ്റിക്സ് ഓഫ് ദി ഫ്യൂച്ചർ നമ്മുടെ 7th ചാപ്റ്ററിൽ അല്ലെ, ലാസ്റ്റ് നമ്മൾ പറയുന്ന ചാപ്റ്ററിലേക്ക് വരുന്നൊരു ടോപ്പിക്കാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൊക്കേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്ഥലവും അങ്ങനെയുള്ള കാര്യങ്ങളും അല്ല, നമ്മുടെ DNA-ക്കകത്തുള്ള ജീനുകളുടെ സ്ഥാനം, അതിൻ്റെ ലൊക്കേഷൻസ് എവിടെയാണെന്ന് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് പറയുക അല്ലേ. സോ ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The sum of genetic material present in an organism is called its DNA. അതായത് ഒരു ഓർഗാനിസത്തിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലിനകത്തുള്ള ടോട്ടൽ DNA-യുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ജീനുകളുടെ കണ്ടൻറ്റിനെ ആണോ നമ്മളുടെ DNA എന്ന് പറയുന്നത്? ആണോ? മിസ്റ്റേക്ക് ആണല്ലേ. DNA എന്ന് പറയുന്നത് നമ്മളുടെ ജെനറ്റിക് മെറ്റീരിയൽ ആണ്. ഇറ്റ്സ് എ ന്യൂക്ലിയിക് ആസിഡ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ സെല്ലിനകത്തുള്ള ഫുൾ ജീനുകളുടെയും കൂടെയുള്ളൊരു സം ടോട്ടൽ എന്ന് പറയുന്നത് ഒരിക്കലും DNA അല്ല. ഇറ്റ്സ് ആക്ച്വലി എ ജീനോം എന്നാണ് നമ്മളതിനെ പേര് പറയുക അല്ലേ. ജീനോം നിങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ജീനോം എന്നാണ് വിളിക്കുക, നോട്ട് DNA. അപ്പോൾ അത് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എൻസൈം ലൈഗേസസ് യൂസ് ടു ജോയിൻ ജീൻസ്. നമ്മളിതിനകത്ത് ഈ മറ്റേ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയയുടെയൊക്കെ പ്രൊഡക്ഷനൊക്കെ നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു അല്ലേ, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജീനുകൾ അല്ലെങ്കിൽ DNA, ഇപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നൊരു DNA, ഈ DNA-യിൽ നമ്മൾ കട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു സ്മോൾ ഫ്രാഗ്മെൻറ്റിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില എൻസൈമുകൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു. ഏതായിരുന്നു? യെസ്, റെസ്ട്രിക്ഷൻ എൻസൈമുകൾ എന്ന് പറയും അല്ലേ. അതിനെ നമ്മൾ ജെനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ സിസേഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അതിനെ കട്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ഒരു ജീൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും ഉണ്ട്, എക്സോന്യൂക്ലിയസും ഒക്കെ ഉണ്ട്, എവിടെ വേണമെങ്കിലും കട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി കട്ട് ചെയ്ത ഫ്രാഗ്മെൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കണമല്ലോ. ഇങ്ങനെ 2 ഫ്രാഗ്മെൻറ്റ്സ്, ഇവിടെ ഒരു ഫ്രാഗ്മെൻറ്റ് ഇവിടെ ഒരു ഫ്രാഗ്മെൻ്റ് ആണ്. ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ഇവിടെ ഒരു ഗ്ലൂ വേണം അല്ലേ. ആ ഒരു ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണെന്നാണ് പറഞ്ഞത്? യെസ്, ദാറ്റ് ഈസ് മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ ജെനറ്റിക് ഗ്ലൂ ആയിട്ട് വരുന്ന ആരാണ്? യെസ്, ലൈഗേസ് എന്ന് പറയുന്ന എൻസൈമാണ് അല്ല, ഒട്ടിക്കാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈം. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ലൈഗേസ് ആണ് ജോയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. കട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്, ഓർത്തിരിക്കാം. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ജീൻ തെറാപ്പി ഈസ് എ ടെക്നോളജി ദാറ്റ് ടെസ്റ്റ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നൊരു കാര്യം പഠിക്കുന്നുണ്ട് അല്ലേ. ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ബയോടെക്നോളജി അല്ലെങ്കിൽ ജെനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ജീൻ തെറാപ്പി. അപ്പോൾ ജീൻ തെറാപ്പിയിൽ എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരു ഓർഗാൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു നമുക്കൊരു അസുഖം വരികയാണ്. അപ്പോൾ നമ്മൾ പോയി ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീനിന് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, ആ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ളൊരു ജീനാണ്. സോ ആ ഡിഫക്റ്റീവ് ജീനിനെ കണ്ടുപിടിച്ച് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ജീനിനെ കട്ട് ചെയ്ത് മാറ്റി ആ സ്ഥാനത്ത് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ജീനിനെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീനിനെ കൊണ്ടുപോയി ചേർത്ത് ഒട്ടിച്ച് വെക്കണം ഈ ലൈഗേസ് ഒക്കെ ഉപയോഗിച്ച്. അങ്ങനെ ചേർത്ത് വെക്കുന്ന
അങ്ങനെ ഡിസീസസിനെ ക്യൂർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ. ഡിഫക്റ്റീവ് ജീൻസിനെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ടെക്നോളജിയാണ്. പക്ഷേ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ ടെസ്റ്റ് ദാറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് അല്ലേ. ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നൊരു ടെസ്റ്റാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ല. സോ ദാറ്റ് ഈസ് റോങ്. അപ്പോൾ ഇവിടെ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 1 and 3 ആണ് നമ്മളുടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ദാറ്റ് ഈസ് ദി ആൻസർ ഹിയർ. ഇനി 26th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ക്രിയേറ്റഡ്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കേട്ടോ. അതാണ് വേറൊരു കളറിൽ കൊടുത്തിരിക്കുന്നത്, ബോൾഡ് ചെയ്ത്. ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ക്രിയേറ്റഡ് എന്നാണ് ആ റിപ്പോർട്ട്. സോ സന്തോഷ് റേസസ് ദി ഫോളോയിങ് ഡൗട്ട്സ് അബൌട്ട് ദി ന്യൂസ്. ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പം അതിനെക്കുറിച്ചൊരു ഡൗട്ട് ചോദിച്ചിരിക്കുകയാണ് സന്തോഷ്. 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. സോ വാട്ട് എക്സ്പ്ലനേഷൻ വുഡ് യു ഗീവ് ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ജെനറ്റിക്സ് അല്ലേ. നിങ്ങൾ ജെനറ്റിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇതിന് എന്ത് മറുപടി ആയിരിക്കും കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഇസ് എ ടെക്നോളജി ദാറ്റ് ഹെൽപ്പ് ടു ക്രിയേറ്റ് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ടെക്നോളജീനെ നമ്മൾ പറയുന്ന പേര് എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താണ് ആ പേര്? നിങ്ങൾ പഠിച്ചതാണ് ജെനറ്റിക്സ് അല്ലേ. നിങ്ങൾക്കറിയാം. വാട്ട് ഇസ് ദാറ്റ് ടെക്നോളജി? യെസ്, ഇറ്റ് ഈസ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്നാണ് ആ ടെക്നോളജിയുടെ പേര് വരുന്നത്. ശരിയല്ലേ? എന്താണ് നമുക്ക് ആവശ്യമുള്ള ഡിസയേർഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർഗാൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ കട്ടിങ്ങും അതുപോലെ തന്നെ ഒട്ടിച്ച് ചേർക്കലും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു ഗുണത്തെ നമുക്ക് വേറൊരു സ്ഥാനത്ത് നിന്ന് എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വെച്ച് പിന്നീട് അതിൻ്റെ കൂടുതൽ കോപ്പീസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. സോ ദാറ്റ് ഈസ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. സോ ദാറ്റ് ഈസ് ദി ടെക്നോളജി. ദെൻ വിൽ ദി നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ദിസ് ബാക്ടീരിയ, ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണല്ലോ. അപ്പം ഒരു പ്രാവശ്യം അതല്ലേ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ചെയ്യാനായുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തു ബൈ മീൻസ് ഓഫ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ ഇൻ ദി കമ്മിങ് ജനറേഷൻസ് അല്ലേ. വീണ്ടും വരുന്ന ജനറേഷൻസിൽ ഈ ബാക്ടീരിയ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമോ, അവർക്ക് അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടോ ഇല്ലയോ? യെസ്, ഓഫ് കോഴ്സ്. ആ ബാക്ടീരിയയ്ക്ക് ഓൾറെഡി അവരുടെ ബോഡിയിൽ ഇപ്പോൾ എന്താണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ജീൻ നമ്മൾ കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ലൈഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സോ എന്താണ്, ഇനി ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നു? ഈ ജീന് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും എത്ര ജനറേഷൻസ് പോയാലും, നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് വരെയും. Okay, so yes, because the gene responsible for the production of insulin is there in the next generations too. Clear? Fine. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Analyze the part of an illustration related to genetic engineering and answer the questions. ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ ഒരു ചാർട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ ഫസ്റ്റ് പേജിൽ അല്ലേ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്, കംപ്ലീറ്റ് ഇല്ല. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ combines with the plasmid produces plasmid with insulin producing gene എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്കറിയാം. ഈ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണത്? നമ്മളൊരു ബാക്ടീരിയൽ സെല്ലിനെ കൺസിഡർ ചെയ്താൽ നമുക്കൊരു നോക്കാം. ഇതൊരു ബാക്ടീരിയൽ സെല്ലാണ് അല്ലേ. സോ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് 2 ടൈപ്പ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ബാക്ടീരിയൽ DNA ആണ്. അതായത് നോർമലി ബാക്ടീരിയൽ സെല്ലിനകത്ത് അതിൻ്റെ ഒരു ജനറ്റിക് മെറ്റീരിയൽ വേണമല്ലോ. അതാണ് ഈ കാണിച്ച ഈ ഒരു നെറ്റ്വർക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി തൊട്ടടുത്ത് തന്നെ വേറൊരു മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട്? പ്ലാസ്മിഡ്. സോ പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്മോൾ ഡബിൾ സ്ട്രാൻഡഡ്, 2 സ്ട്രാൻഡ്സ് ഉണ്ട്, ഡബിൾ സ്ട്രാൻഡഡ് എക്സ്ട്രാ ക്രോമസോമൽ DNA. ഓക്കെ, സെൽഫ് റിപ്ലിക്കേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഈ ക്രോമസോമിന് പുറത്ത് കാണുന്ന അതാണ് എക്സ്ട്രാ ക്രോമസോമൽ എന്ന് പറഞ്ഞത് അല്ലേ. വളരെ ചെറുത് ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു DNA മോളിക്യൂളാണ് ആക്ച്വലി പ്ലാസ്മിഡ് എന്ന് പറയാൻ. അവർ സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഈ പ്ലാസ്മിഡ് ജീൻസിന് അവരുടെ ശരീരത്തിനകത്ത് ഈ ജീനുകൾക്കകത്ത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനുള്ള ജീനുകളൊക്കെ ഇതിനകത്ത് ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. 2-3 ജീനുകൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീനുകളാണ്. അപ്പം ബാക്ടീരിയൽ സെല്ലുകളിൽ എപ്പോഴും പ്ലാസ്മിഡ്സിൻ്റെ പ്രസൻസ് നമുക്ക് കാണാം, നമ്മുടെ സെല്ലിലൊന്നുമില്ല. അപ്പോൾ ഈ പ്ലാസ്മിഡ്സിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ബാക്ടീരിയയുടെ സെല്ലിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മിഡ് നമ്മൾ എടുത്തത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണല്ലോ. ഇതിൽ എവിടെയെങ്കിലും നമുക്കൊരു ചെറിയ കട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സേ ഹിയർ. ഓക്കെ, 2 പോയിൻറ്റ്സിൽ നമുക്ക് കട്ട് ചെയ്യാം റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച്. എന്നിട്ട് ഈ കട്ട് ചെയ്ത പോർഷൻ മാത്രം നമുക്ക് എടുത്തിട്ട് നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും?
ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വേറൊരു സെല്ലാണെങ്കിൽ ഈ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അതിവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി യൂസ് ഓഫ് പ്ലാസ്മിഡ് ഹിയർ. അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. മീൻസ് ആ ഇല്ലസ്ട്രേഷൻ നമ്മൾ കണ്ടു. ആഡ് ഫർദർ സ്റ്റെപ്സ് ആൻഡ് കംപ്ലീറ്റ് ദി ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ ചേർത്ത് പൂരിപ്പിക്കാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇത് ഈ പ്ലാസ്മിഡും ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ചെയ്യുന്ന ഒരു ജീനും നമ്മളൊരു ചെറിയ ഫ്രാഗ്മെൻ്റ് ആയിരിക്കും. അതും പ്ലാസ്മിഡ് എന്ന് പറയുന്നത് റൗണ്ടാണ് അല്ല, ഇതും കിട്ടി. ഇതിനെ നമ്മൾ കട്ടിങ് ആൻഡ് ജോയിനിങ് നമ്മളതിനെ യോജിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫർദർ സ്റ്റെപ്പ് എന്താണ്? ഈ ജോയിൻ ചെയ്ത പ്ലാസ്മിഡ്, അതായത് ഇപ്പം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഈ പ്ലാസ്മിഡിൻ്റെ ഒരു പോർഷൻ ആ ബാക്ടീരിയയുടെ കണ്ടൻറ്റും മറ്റേത് നമ്മൾ ഇവിടെ എടുത്ത ആ ജീനും ആയിരിക്കും. അപ്പോൾ ഇത് മിക്സ്ഡ് ആയിട്ടൊരു റീകോമ്പിനേഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബാക്ടീരിയൽ സെല്ലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് സെൽസിലേക്ക് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഹോസ്റ്റ് സെല്ലിൻ്റെ ഒപ്പം ഇതൊക്കെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ചാൻസ് കൊടുക്കും. അതിനുശേഷം എന്താണ്? നമ്മൾ ഇനാക്റ്റീവ് ഇൻസുലിനെ ഐസൊലേറ്റ് ചെയ്യും. അതിനുശേഷം ഇൻസുലിനെ ആക്റ്റീവ് ഫോമിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ വരുന്നത്. നോക്കാം. ഇൻസേർട്ടിങ് ദി DNA ഇൻ ദി ബാക്ടീരിയൽ സെൽ അല്ലേ. ഇപ്പോൾ നമ്മൾ കിട്ടിയ ആ DNA ഉണ്ടല്ലോ, പ്ലാസ്മിഡ് വിത്ത് നമ്മളുടെ ഡിസയേർഡ് ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ബാക്ടീരിയൽ സെല്ലിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുക. പ്രൊവൈഡിങ് ഫേവറബിൾ മീഡിയം ഫോർ ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് ബാക്ടീരിയ. ഈ ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ അലോങ് വിത്ത് ദിസ് പ്ലാസ്മിഡ് DNA അല്ലേ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിക്കുക. അതിനുശേഷം അതിൽ നിന്ന് ഇനാക്റ്റീവ് ഫോം ഓഫ് ഇൻസുലിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. പിന്നീട് അതിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ചസ് ഒക്കെ വരുത്തി അതിനെ നമ്മൾ ആക്റ്റീവ് ഇൻസുലിനാക്കി കൺവേർട്ട് ചെയ്യുന്നു. സോ ദോസ് ആർ ദി സ്റ്റെപ്സ്. ഇനി മെൻഷൻ എനി അതർ അഡ്വാൻറ്റേജസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ വേറെ ഏതെങ്കിലും അഡ്വാൻറ്റേജസ്? ജനറ്റിക് എഞ്ചിനീയറിംഗിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ അതിന് മെഡിക്കൽ ഫീൽഡിൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിലാണ് നമ്മൾ ഈ ജീൻ തെറാപ്പിയും ഈ പറഞ്ഞ ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ്, മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല നമുക്ക് അഗ്രികൾച്ചറൽ ഫീൽഡിലും ഇതിന് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, നമുക്ക് ചില പ്ലാന്റ്സിനെയൊക്കെ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലെ, അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം. ആനിമൽസ് ഒക്കെ ആണെങ്കിൽ ഹൈ മിൽക്ക് പ്രൊഡക്ഷനുള്ള കൗസിനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പല രീതിയിൽ അഗ്രികൾച്ചറൽ ഫീൽഡിലും ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എല്ലാ പേപ്പേഴ്സിലും അങ്ങനെ കാണാറില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ബയോ വെപ്പൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോ വെപ്പൺസ് ആർ ക്രൂഷ്യൽ ത്രെറ്റ് ടു ഹ്യൂമൻ ബീങ്സ്. വാട്ട് ആർ ബയോ വെപ്പൺസ്? അപ്പോൾ എന്താണ് ഈ ബയോ വെപ്പൺസ്? ഓക്കെ, ദെൻ വിച്ച് ഇസ് ദി ടെക്നോളജി ബിഹൈൻഡ് ബയോ വാർ? ഈ രണ്ട് ടേംസ് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ബയോ വാർ എന്ന് പറയുന്നത്? നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ, പല രീതിയിൽ പഠിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ എന്താണ്, യുദ്ധം ചെയ്യുന്ന രണ്ട് നാട്ടുരാജ്യങ്ങളൊക്കെ തമ്മിലാണ്, രണ്ട് സെറ്റ് ഓഫ് ആളുകൾ തമ്മിലാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും അതിൻ്റേതായിട്ടുള്ള ആയുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്, ആയുധ ശേഖരം അല്ലേ, വെപ്പൺസ് ഉണ്ടായിരിക്കും അല്ലേ. സോ ആ വെപ്പൺസ് ഉപയോഗിച്ചിട്ടാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നതും ആക്രമിക്കുന്നതും കീഴടക്കുന്നതും ഒക്കെ. പക്ഷേ ബയോ വാറാണ്, നോർമൽ വാറല്ല ഇത്, ബയോ വാർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബയോ വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കലായിട്ടുള്ള ലിവിങ് ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽസിനെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു യുദ്ധമായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ബയോ വാറിന് നമ്മൾ യൂസ് ചെയ്യുന്ന വെപ്പൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോ വെപ്പൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി ബയോ വെപ്പൺസ്? യെസ്, ലിവിങ് ഓർഗാനിസംസ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ ലിവിങ് ഓർഗാനിസംസ്, ഈ ഡിസീസൊക്കെ കോസ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കുമല്ലോ. സോ അവരെ നമ്മളൊന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്തൊക്കെ എടുത്ത് അവരെ നമ്മൾ കയ്യിൽ വെച്ചേക്കും ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ. ഓക്കെ, വേറെ രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്തടുത്ത കൺട്രീസൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ അത് എക്കണോമിക്കൽ അല്ലേ ആ ഒരു രീതിയിലായിരിക്കാം യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബാക്ടീരിയോ വൈറസിനൊക്കെ ആയിട്ടായിരിക്കും ഇവർ പോകുന്നത്. അവിടെ പോയി ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് പ്രോപ്പറായിട്ടുള്ളൊരു നടപടി ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ കയ്യിലാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങ് തുറന്നു വിടുകയാണ്. ബാക്ടീരിയ ആകാം, വൈറസ് ആകാം അല്ലേ. വൈറസൊക്കെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും, നമുക്കറിയാം. ചില സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്റ്ലി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, അവർ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥലം മൊത്തം നശിപ്പിച്ച് കളയും. അവിടെയുള്ള ആളുകൾക്ക് മൊത്തം ഈ വൈറസ് പകർന്ന് രോഗങ്ങളായി ആളുകൾ മൊത്തം മരിക്കുന്നു. അപ്പോൾ ആ രാജ്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. ശരിയല്ലേ? സോ ദിസ് ഇസ് ആക്ച്വലി വാട്ട് ബയോ വാർ ആൻഡ് ബയോ വെപ്പൺസ്. Clear? So
Bioweapons are genetically modified pathogens that might be applied any country to their enemies. അല്ലേ, ഓരോ കൺട്രീസിനും അവരുടെ എനിമി കൺട്രി ഉണ്ടല്ലോ, അവരുമായിട്ട് ശത്രു രാജ്യവുമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസംസിനെയാണ് നമ്മൾ ബയോ വെപ്പൺസ് എന്ന് പറയുന്നത്. സോ ജനറ്റിക് എഞ്ചിനീയറിംഗ് തന്നെയാണ് ഇതിൻ്റെയും പുറകിലുള്ള തത്വം, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇസ് ദി ബേസിക് ടെക്നോളജി ബിഹൈൻഡ് ദിസ് ബയോവാർ. ഓക്കെ, അപ്പോൾ ബയോവാർ എന്താണ്, ബയോ വെപ്പൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സുമ മർഡർ കേസ് ഒരു കേസാണ്, ഒരു ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ഒരു കേസാണ്. ട്രേസ് ഓഫ് ഹെയർ ഒബ്റ്റെയിൻഡ് ഫ്രം ദി സൈറ്റ് ഓഫ് ഇൻസിഡൻസ് എനേബിൾ ടു ഐഡൻറ്റിഫൈ ദി കില്ലർ. ഓക്കെ, സുമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മർഡർ കേസാണ്. അപ്പോൾ ആ കേസിൽ ഈ കൾപ്രിറ്റ്, ഓക്കെ, കുറ്റവാളിയെ കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചത് ആ മർഡർ സ്പോട്ട് ഉണ്ടല്ലോ, സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു തലമുടി നാരിഴ, അല്ലേ, ആ മുടിയുടെ ഒരു ചെറിയ പീസ് കൊണ്ടിട്ടാണ് കില്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ എന്താണ്, റീഡ് ദി എബവ് ന്യൂസ്, നെയിം ദ ടെക്നോളജി ദാറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ദ കില്ലർ. അല്ലേ, ഈ കില്ലറിനെ കണ്ടുപിടിക്കാൻ സഹായിച്ച ടെക്നോളജി, അതായത് ഒരു ചെറിയ തലമുടി നാരിൽ നിന്നും കൊലയാളിയെ കണ്ടുപിടിക്കാൻ സഹായിച്ച ആ ടെക്നോളജിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് പേര്? യെസ്, ദാറ്റ് ഈസ് DNA ഫിംഗർ പ്രിൻറ്റിങ്. അല്ലേ, DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ DNA ടെസ്റ്റിംഗ് എന്നും പറയാം കേട്ടോ, രണ്ടും സെയിം തന്നെയാണ്. സോ DNA ഫിംഗർ പ്രിൻറ്റിങ് വെച്ചിട്ടാണ് ഈ കില്ലറിനെ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം മർഡർ സൈറ്റിൽ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ തലമുടി നാരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിന്നിൻ്റെ ഏതെങ്കിലും ചെറിയ റിമെയിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നഖമായിരിക്കും, അല്ലെ, ബ്ലഡ് സ്റ്റെയിൻസ് ആയിരിക്കും. ഇതിൽ നിന്നൊക്കെ ബ്ലഡ് തന്നെ വേണമെന്നില്ല DNA കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഏതൊരു ചെറിയ പാർട്സിൽ നിന്നും DNA ടെസ്റ്റ് ചെയ്ത് കൊലയാളിയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ബൈ യൂസിങ് ദിസ് ടെക്നോളജി. ഏതാണിത്? DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ DNA ടെസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, സോ സൈറ്റ് 2 other യൂസസ് ഓഫ് ദിസ് DNA ഫിംഗർ പ്രിൻറ്റിങ്. അതിൻ്റെ 2 യൂസസ്. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം നമ്മൾ പറഞ്ഞു, അതായത് മർഡേഴ്സ് അങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ നമുക്ക് കൾപ്രിറ്റ്സിനെയും വിക്ടിംസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ് യൂസ് ചെയ്യാം. ഇനി ഇൻ കേസ് ഓഫ് പാരൻ്റൽ ഡിസ്പ്യൂട്ട്സ്, ഇപ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് അമ്മ ആരാണെന്നൊക്കെ തിരിച്ചറിയുന്ന അങ്ങനെയുള്ള ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യും. പിന്നെ ചില കേസിൽ ഏതെങ്കിലും കലാമിറ്റീസ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് ആളുകൾ സ്പ്ലിറ്റ് ആയി പോകുമല്ലോ, അല്ലെ, കുട്ടികളെയൊക്കെ കാണാതെയാവും. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അവരെ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് നമ്മളുടെ മോൻ തന്നെയാണോ അല്ലെങ്കിൽ മോളാണോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിങ്ങിനൊക്കെ നമുക്ക് DNA ടെസ്റ്റിങ് യൂസ് ചെയ്യാം, മിസ്സിംഗ് പേഴ്സൺസിനെ കണ്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ. സോ DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് കേട്ടോ DNA ടെസ്റ്റിംഗ്. രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. To solve parental disputes, അതൊന്നാമത്തെ യൂസ്. ടു ഐഡൻറ്റിഫൈ ദി കൾപ്രിറ്റ്സ് ആൻഡ് ടു ഐഡൻറ്റിഫൈ ദി പേഴ്സൺസ്. അവർ മിസ്സിംഗ് ആണെങ്കിൽ മിസ്സിംഗ് പേഴ്സൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി 30th ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഇൻവെൻറ്റഡ് ദ ടെക്നിക് ടു ഫൈൻഡ് ഔട്ട് ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്. ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യ സ്വഭാവങ്ങൾ, അല്ലേ, നമ്മളുടെ പാരമ്പര്യ സ്വഭാവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട് നമുക്ക്, അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു ആ ടെക്നിക്ക് എന്താണത്? യെസ്, DNA ഫിംഗർ പ്രിൻറ്റിങ്. അപ്പോൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആരാണ് അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ട് അയാളുടെ പേര്, അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു അത്? യെസ്, അലക്സ് ജെഫ്രിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണിത് ഇൻവെൻറ്റ് ചെയ്തത്. എന്താ? DNA ഫിംഗർ പ്രിൻറ്റിങ്. Then what is the technology that he put forward in 1984? അദ്ദേഹം put forward ചെയ്ത ടെക്നോളജി എന്താണ്? DNA ടെസ്റ്റിംഗ് ആണ്. ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അപ്പോൾ DNA ടെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറയും. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അലക്സ് ജെഫ്രിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണിത് ഇൻവെൻറ്റ് ചെയ്തത്. ആൻഡ് ഹി പേവ് ദ വേ ഫോർ DNA ടെസ്റ്റിംഗ് ഓർ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ബൈ വിച്ച് ഹി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലേ, പാരമ്പര്യ സ്വഭാവങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ടു ഐഡൻറ്റിഫൈ ദി റിയൽ പാരൻസ് ഇൻ ദ കേസ് ഓഫ് പാരൻ്റൽ ഡിസ്പ്യൂട്ട്സ്, അല്ലേ, അച്ഛൻ ആരാണ് ആരാണെന്നൊക്കെ അറിയുന്ന ആ ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് DNA ടെസ്റ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഓൾസോ ഐഡൻറ്റിഫൈ ദി പേഴ്സൺസ് ഫൗണ്ട് ആഫ്റ്റർ എ ലോങ് പീരിയഡ് ഓഫ് മിസ്സിംഗ്, അല്ലേ, കാണാതായി പോയ ആളുകളെയൊക്കെ കണ്ടു കിട്ടുമ്പോൾ നമ്മളുടെ ആളുകൾ തന്നെയാണോ റിലേറ്റീവ്സ് ആണോ എന്ന് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. സോ ജസ്റ്റ് ലൈക്ക് ദി ഡിഫറൻസസ് ഇൻ ദി ഫിംഗർ പ്രിൻറ്റ് ഓഫ് ഈച്ച് പേഴ്സൺ. അപ്പോൾ ഇവിടുത്തെ ബേസിസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഓരോ ആളുകളുടെയും ഫിംഗർ പ്രിൻറ്റ്സ് നോക്കിക്കഴിയുമ്പം എല്ലാം യുണീക്കായിരിക്കും. ഓരോരുത്തരിലും ചെറിയ ചെറിയ ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഓരോ ആളുകളെയും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആ യുണീക്കായിട്ടുള്ള ഡിഫറൻസസ് വെച്ച് ന്യൂക്ലിയോടൈഡിലും ചെറിയ ചെറിയ ചേഞ്ചുകൾ ഉണ്ടായിരിക്കും.
So the arrangement of nucleotide in each person is also different, like that fingerprint, അല്ലേ? So this discovery became the basis of DNA testing അല്ലെങ്കിൽ DNA fingerprinting. അപ്പോൾ ആ ഓരോ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനാണോ നിങ്ങളാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ, ഈവൻ എന്താണ്, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ ഹ്യൂമൻസിൻ്റെ DNA ഇന്നതാണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിൽ ഓരോ ഹ്യൂമൻസിലും യുണീക്ക് ആയിട്ടുള്ളൊരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അത് ഫിംഗർ പ്രിൻറ്റിൽ നമുക്ക് കിട്ടും. സോ ദിസ് ടെക്നോളജി ഈസ് കോൾഡ് ആസ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഓർ DNA ടെസ്റ്റിംഗ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് 2 ചാപ്റ്റേഴ്സും റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറും പറയാം, അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ്, രണ്ടും കൂടെ ചേർത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ എന്തൊക്കെയാണെന്ന്. ക്രോപ്പ് A ആൻഡ് B, 2 ക്രോപ്പ് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്, എയും ബിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ക്രോപ്പ് എക്ക് ഹൈ പ്രൊഡക്ടിവിറ്റിയും ക്രോപ്പ് ബിക്ക് ലോ പ്രൊഡക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ടു ഡിസീസസ്, ക്രോപ്പ് എക്ക് ലോ റെസിസ്റ്റൻസ് ആണ്, ഡിസീസസിന് അധികം അതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ക്രോപ്പ് ബിയുടെ കാര്യം ആണെങ്കിലോ ഹൈ റെസിസ്റ്റൻസ് ആണ്, എന്ത് ഡിസീസ് വന്നാലും പെട്ടെന്ന് റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം 2 ക്രോപ്പുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്? റെസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്നുള്ളതും പിന്നെ ഒന്ന് അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ആണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. What are the desirable characters that you like from hybridization between crop A and B? ഈ 2 ക്രോപ്പുകളെയും നമ്മൾ ക്രോസ് ചെയ്യുക, ഹൈബ്രിഡൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് തോന്നുന്നത് എന്തൊക്കെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും ഈ 2 ക്രോപ്പുകളെ ക്രോസ് ചെയ്യുന്നതിലൂടെ? എന്തായിരിക്കും? നമുക്കൊന്നെങ്കിൽ എന്താണ്, ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ളൊരു സാധനം ഓസ്പ്രിങ് നമുക്ക് കിട്ടണം, വിത്ത് എന്താണ്, ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി, അല്ലേ? ഡിസീസസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എന്നാൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉള്ളൊരു സാധനമായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്, അല്ലേ? സോ ദാറ്റ് ഈസ് ദി ഡിസൈറബിൾ ക്വാളിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദർ എനി ചാൻസ് ഓഫ് ഗെറ്റിംഗ് പ്ലാന്റ്സ് വിത്ത് അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദി സെയിം ഹൈബ്രിഡൈസേഷൻ, അല്ലേ? ഇതേ ഹൈബ്രിഡൈസേഷനിൽ തന്നെ നമുക്ക് ഡിസൈറബിൾ അല്ലാത്ത അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടോ? ഓഫ് കോഴ്സ്, അല്ലേ? നമുക്ക് ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ഒരു ഓസ്പ്രിങ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് മാത്രമല്ല ഒരു ഹൈബ്രിഡൈസേഷനിലൂടെ കിട്ടുന്നത്, അല്ലേ? 1, 4, 8 വെറൈറ്റീസ് ചിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 8 എണ്ണവും എന്താണ്, നമ്മൾ പറയുന്ന ആഗ്രഹിക്കുന്ന അതേ ക്യാരക്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം നമുക്ക് നിർബന്ധിക്കാൻ പറ്റും, നിർബന്ധം പിടിക്കാൻ പറ്റുമോ? നോ, അല്ലേ? അതിനകത്ത് എന്താണ്, അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ലോ പ്രൊഡക്ടിവിറ്റി ഹൈ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താണ് ഹൈ പ്രൊഡക്ടിവിറ്റി ലോ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ രണ്ടും ഇല്ല, അതായത് ലോ പ്രൊഡക്ടിവിറ്റിയും ലോ റെസിസ്റ്റൻസും ഉള്ള സാധനങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം. ഇല്ല, നമ്മൾ മെൻ്റലിൻ്റെ റേഷ്യോ പഠിച്ചിട്ടുണ്ട്, 9:3:3:1. അപ്പോൾ അങ്ങനെയും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ചാൻസസ് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. യെസ്, 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് മേ ബി ഫോംഡ് ഫ്രം ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് A and B ക്രോപ്സ്, അല്ലേ? നമുക്ക് 9:3:3:1 റേഷ്യോയിലാണ് നമുക്ക് കിട്ടുക. അപ്പം അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഡിസൈറബിൾ മാത്രമല്ല അൺഡിസൈറബിളും കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ക്യാൻ യു സജസ്റ്റ് എ റെമഡി ഫോർ ദിസ് പ്രോബ്ലം? അപ്പോൾ ഇങ്ങനെ ഡിസൈറബിൾ അൺഡിസൈറബിൾ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ അൺഡിസൈറബിൾ ആയിട്ടുള്ളൊരു സാധനം വേണ്ട എങ്കിൽ നമുക്ക് അതിനെന്താണ് ഒരു പരിഹാരമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? പറയാം, അല്ലേ? നമ്മൾ ജെനറ്റിക്സ് ഓഫ് ദി ഫ്യൂച്ചർ പഠിച്ചു. അതിനകത്ത് നമ്മൾ എന്താ പഠിച്ചത്? ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചു, ശരിയല്ലേ? യെസ്. അപ്പോൾ ആ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രോപ്പുകളുടെയൊക്കെ ജെനറ്റിക് ജീനുകളെ മോഡിഫൈ ചെയ്യാൻ പറ്റുമല്ലോ, റൈറ്റ്? അങ്ങനെ മോഡിഫൈ ചെയ്ത് നമ്മൾ ജീനുകൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെ ഹൈബ്രിഡൈസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടർ മാത്രമേ നമുക്ക് എപ്പോഴും കിട്ടുള്ളൂ, അൺഡിസൈറബിൾ ഒന്നും കിട്ടില്ല, ശരിയല്ലേ? സോ ആ ഒരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ആർ ദി റെമഡി, അല്ലെങ്കിൽ ജെനറ്റിക്കലി എഞ്ചിനീയർഡ് പ്ലാന്റ്സ് ആർ ദി റെമഡി ഫോർ ദിസ് പ്രോബ്ലം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ജെനറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, നമ്മുടെ കീപ്പിംഗ് ഡിസീസസ് എവേയിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ വന്നേക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സ്മോക്കിംഗ് ഹാംഫുള്ളി എഫക്ട്സ് ഇൻറ്റേർണൽ ഓർഗൻസ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പുകവലി, അല്ലേ? സ്മോക്കിങ്ങിലൂടെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യാണ്, അതിനെ ബാഡ്ലി എഫക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് സ്മോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലൂടെ. So this is a general statement. Then explain how smoking affects brain, heart and lungs. അപ്പം നമ്മളുടെ ബ്രെയിനിനെയും ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ സ്മോക്കിംഗ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലേ? എല്ലായിടത്തേക്കും നമ്മളെ ഈ പറയുന്ന സാധനങ്ങൾ എത്തുന്നുണ്ട്. സ്മോക്കിങ്ങിനകത്തുള്ള നിക്കോട്ടിൻ എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ, നിക്കോഷ്യാന ടൊബാക്കോ, ഈ കെമിക്കൽ നമ്മളുടെ ബ്രെയിൻ ഞരമ്പുകളെയും അതുപോലെ നമ്മുടെ ഹേർട്ടിനെയും ലങ്സിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കിക്കേ.
ഒരു ചെറിയ ബോക്സിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക. ബ്രെയിൻ എങ്ങനെയൊക്കെയാണ് സ്മോക്കിംഗ് എഫക്റ്റ് ചെയ്യുന്ന ബ്രെയിനിനെ? നമുക്ക് ചിലപ്പോൾ ഈ സ്മോക്കിംഗ്, ഈ നിക്കോട്ടിൻ പോലുള്ള സാധനങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് ബ്രെയിനിൽ നെർവുകൾ ഡിഫക്റ്റീവായിട്ട് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാം. ഓക്കെ, തളർന്നു പോകാം നമുക്ക് ചിലപ്പോൾ ചില ഭാഗങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് നിക്കോട്ടിൻ എന്ന് പറയുന്ന കെമിക്കലുമായിട്ടൊരു അഡിക്ഷൻ ഉണ്ടാവും. അതില്ലാണ്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി ഹാർട്ടിനെ ആണെങ്കിൽ നമ്മുടെ ഈ സ്മോക്കിങ്ങിലൂടെ കിട്ടുന്ന ഈ കെമിക്കൽസ് വഴിയായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും ഒരുപാടുണ്ട് അല്ലേ. സോ ഹൈപ്പർ ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഹൈപ്പർ ടെൻഷൻ വന്നാൽ നമുക്കറിയാം ഹേർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ അവിടെ ഡാമേജ് ആവും, ശരിയല്ലേ. അപ്പം ഹേർട്ടിലേക്ക് ബ്ലഡ് കിട്ടാതെ വരുമ്പം അറ്റാക്ക് ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ആർട്ടറീസ് അല്ലേ, ബ്ലഡിനെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ആർട്ടറീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഇലാസ്റ്റിസിറ്റി, ബ്ലഡ് പോകുന്ന സമയത്ത് അത് ചിലപ്പം ചുരുങ്ങുകയും വികസിക്കുകയൊക്കെ ചെയ്യും. ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും ആ ഒരു ടൈമിൽ, ഈ പ്രഷറൊക്കെ കൂടിയിട്ട്. ദെൻ ഡിക്രീസ് ഇൻ ഫങ്ഷണൽ ഡെഫിഷ്യൻസി അല്ലേ, നമ്മുടെ ഹേർട്ടിൻ്റെയും ആർട്ടറീസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കുറയും, ഫങ്ഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും അവിടെ. ദെൻ ലങ്സിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് സ്മോക്കിംഗ് വഴിയായിട്ട്? ലങ്സിൽ നമ്മുടെ ആർട്ടറീസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ചെറിയ ബബിൾസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ബ്രോങ്കസ്, ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള എംഫസിമ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുക. ലങ്സിനെ ടോട്ടലി ലങ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആണ്. എംഫസിമയും അതുപോലെ തന്നെയാണ്. നമ്മുടെ എയർ സാക്കുകളുണ്ട് നമ്മുടെ ലങ്സിനകത്ത് അല്ലേ, ആ എയർ സാക്കുകളുടെയും അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗ്യാസ് എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകാനും പുറത്തേക്ക് കളയാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. സോ ദാറ്റ് ഇസ് എംഫസിമ, ബ്രോങ്കൈറ്റിസ് ഒക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ബ്രെയിനിനെയും ഹാർട്ടിനെയും ലങ്സിനെയും സ്മോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മാസ്റ്റർ റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നുമില്ല, നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള പോർഷൻസും അതിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഹോപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവട്ടെ. നാളത്തെ എക്സാം വളരെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ എല്ലാവർക്കും. ഓക്കെ, ഇപ്പം ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദി SSLC സ്റ്റുഡൻസ്. ഓക്കെ, സോ താങ്ക് യു.